അപ്പം ശരി, തുടങ്ങിയേക്കാം. തുടങ്ങാം. സാധാരണ എന്താ ചെയ്യാറ്? ആ ഓ ആ അത് നന്നായി. ആ അത് ശരി, അത് നന്നായി, ഏറ്റവും നല്ല. ഞാൻ മനസ്സിൽ വിചാരിച്ചൊരു കാര്യമാണ്. ഭഗവത്ഗീത ചൊല്ലണം. അതെ അതെ, ഭഗവത്ഗീത ചൊല്ലണം. ഭഗവത്ഗീത ചൊല്ലുന്നത് വലിയ കാര്യം. ഒരു ഭഗവത്ഗീതയെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം. ഒരു വലിയ പ്രഭാഷകനുണ്ട്, നിങ്ങൾ ശ്രീ രവിശങ്കർ എന്ന് കേട്ടിട്ടുണ്ടോ? ശ്രീ രവിശങ്കർ കേട്ടിട്ടുണ്ടോ? താടിയൊക്കെ ഉള്ളു. അദ്ദേഹം ഒരു ഗുരുജി എന്നാണ് പറഞ്ഞത്. അദ്ദേഹം ഇതുപോലെ കഥകളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തരും. അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യനുണ്ടായിരുന്നു. അയാൾക്കൊരു അസുഖം ബാധിച്ചു. ലിവർ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അല്ലേ? ലിവർ എന്ന് പറഞ്ഞാൽ എന്താണ്? പറഞ്ഞോ. ലിവർ എന്ന് പറഞ്ഞാൽ ഹാർട്ടല്ല, ലിവർ എന്ന് പറഞ്ഞാൽ കരൾ. ഓക്കെ. അപ്പോൾ ലിവർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഭാഗത്തിൽ. ഈ ലിവറിൻ്റെ പണി എന്താണെന്ന് അറിയാമോ? നമ്മുടെ ഓരോ ഹാർട്ടെന്ന് പറഞ്ഞില്ലേ, ഹാർട്ടിൻ്റെ പണി എന്താ? എന്തിനാ ഈ ഹാർട്ട് വെച്ചേക്കുന്നത്? ബ്ലഡ് പമ്പ് ചെയ്യുന്നു. കറക്റ്റ്, ബ്ലഡ് പമ്പ് ചെയ്യുന്നു. നമ്മുടെ ശരീരത്തിലൂടെ ഇങ്ങനെ ബ്ലഡ് ഓടിക്കൊണ്ടിരിക്കുകയല്ലേ, അതിങ്ങനെ പ്ലക്ക് ഇങ്ങനെ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുക. അത് പമ്പ് ചെയ്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ഇരിക്കുന്നത് ഇവിടെ. അതെങ്ങാനും ഒന്ന് സ്ലോ ആയാൽ എന്ത് പറ്റും? ഇപ്പം നമുക്കിങ്ങനെ ഉറക്കം വരും, ക്ഷീണം വരും. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ നമ്മൾ സ്പീഡിൽ ഓടുകയും ചാടുകയൊക്കെ കുറെ കഴിയുമ്പോൾ നമ്മൾ തളർന്നു എന്ന് പറയില്ലേ, ക്ഷീണിച്ചു. അപ്പോൾ ഇതങ്ങോട്ട് ബലം പിടിക്കാൻ തുടങ്ങും. അപ്പോൾ അതാണ് ഹാർട്ടിൻ്റെ. അതുപോലെയാണ് ലിവറിൻ്റെ ഫങ്ഷൻ എന്താ, പരിപാടി എന്താ? ലിവർ എന്തിനാണ്? ലിവറാണ് നമ്മൾ കഴിക്കുന്ന, നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലുന്ന ഓരോരോ ഭക്ഷണ പദാർത്ഥങ്ങളെ വേണ്ട രീതിയിൽ പ്രോസസ്സ് ചെയ്യണ്ടേ. നിങ്ങൾ രാവിലെ മുതൽ എന്തെല്ലാം വാരി വലിച്ച് കഴിക്കണം? ഈ അകത്തിരിക്കുന്ന ശരീരം ഇതെല്ലാം അറിയുന്നുണ്ടോ? എപ്പോൾ എന്തൊക്കെ വാരി വലിച്ച് തിന്നുമെന്ന് ദൈവത്തിന് മാത്രം അറിയാം, അല്ലേ? കിട്ടുന്ന മുഴുവൻ എടുത്താൽ കഴിക്കൂലേ? മുട്ടായി കിട്ടിയാൽ മുട്ടായി കഴിക്കും, ഐസ്ക്രീം കിട്ടിയാൽ ഐസ്ക്രീം കഴിക്കും, അങ്ങനെ പലതും അല്ലേ കഴിക്കൂലേ? കിട്ടുന്നതൊക്കെ ഇഷ്ടമുള്ളതെല്ലാം കഴിക്കും. ഇത് അകത്തോട്ടങ്ങ് ചെല്ലുമ്പം അകത്തിരിക്കുന്ന ഒരാളുണ്ട്, അയാളിങ്ങനെ പേടിച്ചിരിക്കുക, ഇതെന്തൊക്കെയോ നീ കഴിച്ചുകൊണ്ടിരിക്കണേന്ന്, അല്ലേ? അപ്പം നിങ്ങൾ വയറ് നിറച്ച് കഴിച്ചു എന്ന് വിചാരിക്കുക. നിങ്ങൾ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചു. അത് കഴിയുമ്പോൾ ഞാൻ വേറെ കുറേ ഭക്ഷണം കൊണ്ട് തന്നിട്ട് കഴിക്കാൻ പറഞ്ഞാൽ കഴിക്കുമോ? കഴിക്കാൻ പറ്റുമോ? അപ്പം നിങ്ങളെന്ത് പറയും? വേണ്ടെന്ന് പറയും. നിർബന്ധിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? കഴിക്കുമോ? കഴിക്കാൻ പറ്റൂല. അപ്പം പിന്നെ എന്ത് ചെയ്യും? കരയും, അല്ലെങ്കിൽ ഇറങ്ങി ഓടും, അല്ലേ? ഇറങ്ങി ഓടും, വഴക്കുണ്ടാക്കി കരഞ്ഞു ഇറങ്ങി, എനിക്കിത് വേണ്ട എന്നും പറഞ്ഞ് നിങ്ങൾ വഴക്കുണ്ടാകും. ഇതേ പ്രശ്നം അകത്ത് അയാളും ചെയ്യുന്നുണ്ട്, നമ്മൾ അറിയണില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ കൂടുതൽ വാരി വലിച്ച് ചെല്ലുമ്പം, നമ്മുടെ കപ്പാസിറ്റിയിൽ കൂടുതൽ ചെല്ലുമ്പോൾ അവൻ പ്രശ്നം ഉണ്ടാക്കും. പറഞ്ഞു മനസ്സിലായില്ലേ? അപ്പം അതാണ് അവൻ്റെ ഒരു ഫങ്ഷൻ. അങ്ങനെ ഓരോന്നിനും ഓരോ പരിപാടിയുണ്ട് നമ്മുടെ ഉള്ളിൽ, വെറുതെ വെച്ചേക്കല്ല, ഓരോന്നും ഓരോ പരിപാടിയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ഒരാളെക്കുറിച്ച് പറഞ്ഞില്ലേ? ആരെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്? ഓർമ്മയുണ്ടോ നോക്കട്ടെ? ലിവറിനെ കുറിച്ച് പറഞ്ഞ. എന്ത് പറഞ്ഞപ്പോഴാണ് ലിവറിനെ കുറിച്ച് പറഞ്ഞത്? ഭഗവത്ഗീത പറഞ്ഞു, പക്ഷെ ഒരാളെ കുറിച്ച് ഞാൻ പറയാൻ വന്നു. ശ്രീ രവിശങ്കറിന്. അപ്പം അദ്ദേഹത്തിൻ്റെ ഇതിലുള്ള ഒരു ടീച്ചറാണ്. ആ ടീച്ചർക്ക് ഇതേപോലെ ലിവർ ഫങ്ഷൻ ചെയ്യാതായി. അത് പിന്നെ ആഹാരം കൂടുതൽ കഴിച്ചുകൊണ്ടല്ല, ഒരു അസുഖം വന്ന് അങ്ങനെയായി. അങ്ങനെ അസുഖം വന്ന് മരിക്കും എന്ന് തീരുമാനമായി. വേറെ ഒന്നും ചെയ്യാനില്ല, പോയി, കഥ കഴിഞ്ഞു. അപ്പം ഇങ്ങനെ ആശുപത്രിയിൽ ഇങ്ങനെ കിടക്കുക. പക്ഷെ ഉടനെ മരിക്കുമോ? ഉടനെ ഒന്നും മരിക്കില്ല, കുറേ കഴിയുമായിരിക്കും. ഇയാളിങ്ങനെ കിടക്കുകയാണ്, ഇനി ഒന്നും ചെയ്യാനില്ല, ഇങ്ങനെ വിഷമിച്ച് കിടക്കുക. അപ്പം ഇയാൾക്ക് അറിയാം, ഇയാൾക്ക് ജീവിക്കുമെന്നുള്ളത് കുറവാണ്, ജീവിക്കുമെന്ന് ഉറപ്പില്ല. രോഗമാണ്, ആശുപത്രി കിടക്കയിലാണ്. ഇവിടെയൊക്കെ വയറൊക്കെ ഫിറ്റ് ചെയ്ത്, വായിൽ കൂടെ ഒന്നും കഴിക്കാൻ പറ്റില്ല. ഒക്കെ ബ്ലഡിൽ കൂടെ ഇഞ്ചക്ഷൻ പോലെ വയറ് കണ്ടിട്ടില്ല അങ്ങനെ കിടക്കുന്നത്.
ഇതൊക്കെ കയറ്റിയിട്ടിരിക്കുകയാണ്. പ്രായമാണെങ്കിൽ വളരെ യങ് സ്റ്റേജിലാണ്, 10, 30, 35 വയസ്സേ ഉള്ളൂ. അങ്ങനെ കിടക്കുകയാണ് ഇങ്ങനെ ആശുപത്രി. ഇയാൾ ആലോചിച്ച്, ഏതായാലും ഇങ്ങനെ കിടക്കുകയല്ലേ, ഈ കിടന്നുകൊണ്ട് എന്തെങ്കിലും ചെയ്താലോ എന്ന് ആലോചിച്ച്. സാധാരണഗതിയിൽ നമ്മൾ അസുഖം വന്നാൽ ഒന്നും ചെയ്യില്ലേ, നമുക്ക് ഭയങ്കര മടിയാണ്, പിന്നെ പേടിയാണ്, പിന്നെ നമുക്കൊന്നും വയ്യ, നമ്മളൊന്നും ചെയ്യില്ല, അല്ലേലേ നമ്മളൊന്നും ചെയ്യില്ല. അപ്പം അസുഖം കൂടെ വന്നാൽ ഒന്നും ചെയ്യില്ല. അപ്പം ഇയാളിങ്ങനെ കിടന്നുകൊണ്ട് ഇങ്ങനെ വിഷമിച്ചിരുന്നപ്പോൾ വിഷമിക്കല്ല, ഇയാളിങ്ങനെ കിടക്കുകയാണ്. എന്തായാലും എന്ത് ചെയ്യാനാണ്? അപ്പോൾ ഇയാൾ നഴ്സിനോട് പറഞ്ഞു, നഴ്സിനോട് എനിക്കൊരു ഭഗവത്ഗീത തരാമോ എന്ന് ചോദിച്ചു. നഴ്സ് പറഞ്ഞു അത് തരാം. അപ്പോൾ ഈ നഴ്സ് വിചാരിച്ചു ഇയാളുടെ ഇവിടെ മുഴുവൻ ഫിറ്റ് ചെയ്ത് വെച്ച് ഇയാൾക്ക് ഇനി ഭഗവത്ഗീത എന്തിനാണ്. എന്നാലും നഴ്സ് പറഞ്ഞു ഭഗവത്ഗീത തരാം എന്ന് പറഞ്ഞാൽ അയാൾക്കൊരു ഭഗവത്ഗീത കൊണ്ടു കൊടുത്തു. ഉടനെ അയാൾ ആ ഭഗവത്ഗീത എടുത്തു. അപ്പം ഇയാൾ ഇങ്ങനെ കിടന്നുകൊണ്ട് വായിക്കാൻ പറ്റുന്ന തരത്തിലാണ് കിടക്കുന്നത്. ഇങ്ങനെ കിടക്കുക, അപ്പം അഡ്ജസ്റ്റ് ചെയ്ത് കിടത്തി. ഈ ആശുപത്രിയിലെ കിടക്ക കണ്ടിട്ടില്ല, ഇങ്ങനെ പൊക്കം താക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഈ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ കിടന്ന് ഇയാൾക്ക് തലേണയൊക്കെ ഇവിടെ വെച്ചിട്ട് ഈ ഭഗവത്ഗീത ഫ്രണ്ടിൽ വെച്ചു. ഭഗവത്ഗീതയിൽ എത്ര ശ്ലോകമുണ്ട്? ആകെ എത്ര ശ്ലോകമുണ്ട്? ഭഗവത്ഗീത ആകെ എത്ര ശ്ലോകമുണ്ട്? എത്ര അധ്യായമുണ്ട്? എത്ര? 18. എത്ര ശ്ലോകമുണ്ട്? 700 ശ്ലോകമാണ്. മറക്കല്ലിനി. 18 അധ്യായം, 700 ശ്ലോകം. ചിലയിടത്ത് 701 വരുന്നുണ്ട്, ആ ഒന്ന് കണക്കാക്കണ്ട. 700 ശ്ലോകം. ചിലയിടത്ത് ചില ഭഗവത്ഗീത 701 എന്നല്ല പറഞ്ഞ, ഒരു ശ്ലോകം അഡീഷണൽ വന്നിട്ടുണ്ട്. 700 കൂട്ടിയാൽ മതി. 700 ശ്ലോകം. ഇയാളിങ്ങനെ കിടക്കുകയാണ്. അങ്ങനെ കിടന്നിട്ട് ആലോചിച്ചു, 700 ശ്ലോകം, ഒരു ദിവസം എത്ര ശ്ലോകം പഠിക്കാം എന്ന് ഇയാൾ ആലോചിച്ചു. 700 ശ്ലോകം പഠിക്കണ്ടേ, ഒരു ദിവസം എത്ര ശ്ലോകം പഠിക്കാം എന്ന് ആലോചിച്ചു. ഇയാളിങ്ങനെ കണക്ക് കൂട്ടി, ഒരു ദിവസം ഒരു 10 ശ്ലോകം പഠിക്കാം. അപ്പം ഇയാൾക്ക് എത്ര ദിവസം ജീവിക്കണം? 10 ശ്ലോകം ഒരു ദിവസം പഠിച്ചാൽ എത്ര ദിവസം ജീവിച്ചിരിക്കേണ്ടി വരും? 70 ദിവസം ജീവിച്ചിരിക്കണം. ഡോക്ടർ പറഞ്ഞ എന്താണ്? അധികം ഒന്നും പോകില്ല. ഇയാൾ വിചാരിച്ച് അങ്ങനെയാണെങ്കിൽ 70 ദിവസം കൊണ്ട് ഞാനിത് പഠിക്കും. ഡോക്ടർ പറഞ്ഞ എന്താണ്? ഇയാൾ 70 പോയിട്ട് 7 ദിവസം പോകുമെന്ന് അറിയില്ല. അപ്പോഴാണ് 70 ദിവസം ഇയാൾ പഠിക്കാൻ തുടങ്ങി. ആദ്യത്തെ ദിവസം 10 ശ്ലോകം, രണ്ടാമത്തെ ദിവസം 10 ശ്ലോകം. അവസാനം ആശുപത്രിക്കാരും ഡോക്ടറും നോക്കുമ്പോൾ ഇയാൾക്ക് ഒരു പ്രശ്നവും സംഭവിക്കുന്നില്ല, ഇയാൾക്ക് ഒന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ ഇയാൾക്ക് ഊർജ്ജം തുടങ്ങി. അപ്പം ഇയാളുടെ രൂപമുണ്ട്, നിങ്ങൾക്ക് യൂട്യൂബിൽ അത് കിട്ടും, ഞാൻ പിന്നീട് അത് പറഞ്ഞുതരാം. യൂട്യൂബിൽ അയാളുടെ രൂപം ഒക്കെ കിടക്കുന്നതൊക്കെ ഉണ്ട്. ഇങ്ങനെ കറുത്തിട്ട് ഒരുമാതിരി അസ്ഥി പോലെ, കണ്ടാൽ അറയ്ക്കും, അസ്ഥി പോലെയാണ് ഇരിക്കുന്നത്. അങ്ങ് കറുത്ത അസ്ഥി പോലെ ഒരു സാധനമാണ് കിടക്കുന്നത്. മനുഷ്യനാണെന്ന് പോലും തോന്നില്ല. അങ്ങനെ ഒരുത്തനാണ് ഈ കിടപ്പ്. ലിവറിന് കുഴപ്പം പറ്റിയാൽ നമ്മുടെ ശരീരം കളറൊക്കെ മാറും, കറുപ്പായി പോകും. അതുകൊണ്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നല്ല ഭക്ഷണം കഴിക്കണം, നല്ല സമയത്ത് കഴിക്കണം. ആവശ്യമില്ലാതെ പ്രശ്നം, നല്ല ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കഴിക്കണം, കഴിക്കാതെ ഇരിക്കരുത്. നിങ്ങളെയൊക്കെ ഭയങ്കര നിർബന്ധിച്ചാണ് പലപ്പോഴും കഴിപ്പിക്കുന്നത്. അങ്ങനെ വരരുത്. 3 നേരം ഭംഗിയായിട്ട് കഴിക്കണം ഈ പ്രായത്തിൽ. അല്ലെങ്കിൽ എന്ത് പറ്റും? നിറമൊക്കെ പോയി ഇങ്ങനെ തേരട്ട പോലെ ആവും കേട്ടോ. സുന്ദരന്മാരും സുന്ദരിമാരുമാണ് ഈ ഇരിക്കുന്നതൊക്കെ, അതൊക്കെ അങ്ങ് പോകും. അതുകൊണ്ട് 3 നേരം അമ്മയോട് ചോദിച്ച് കഴിച്ചോണം, പിന്നാലെ വഴക്കുണ്ടാക്കാൻ നിൽക്കരുത്. അപ്പം ഇന്ന് പോലെ അങ്ങനെ ചെയ്യുമല്ല, ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ആവും, ഇങ്ങനെ അട്ട പോലെ ആവും കേട്ടോ. കാണുന്നവർ അയ്യേ ഈ കൊച്ചെന്ത് ഇങ്ങനെ ഇരിക്കണേ, ഈ കൊച്ചിങ്ങനെയല്ല, ഈ കൊച്ചെന്തായിട്ട് ഇരിക്കുക അപ്പം പറയും. അപ്പം ഏതായാലും ഇയാൾ ഇങ്ങനെ അട്ട പോലെ കേട്ടോ. അപ്പോഴാണ് ഇയാൾ ഇങ്ങനെ വായിക്കാൻ ശക്തിയൊന്നും വേണ്ടല്ലോ, ഇങ്ങനെ കാണാൻ പറ്റും. കണ്ട് ഇയാളിങ്ങനെ പഠിക്കാൻ തുടങ്ങി, ശ്ലോകം പഠിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം 10 ശ്ലോകം. അങ്ങനെ 1-ാം ദിവസം, 2-ാം ദിവസം, 3-ാം ദിവസം, 4-ാം ദിവസം പഠിച്ച് 700-ാമത്തെ ശ്ലോകം എത്തുമ്പോൾ, നേരത്തെ പറഞ്ഞില്ലേ ഞാൻ, ഈ കറുത്തിരുണ്ട് കിടന്ന ആള് അതിസുന്ദരനായ മനുഷ്യനായി മാറി. അതിസുന്ദരൻ, നല്ല ആരോഗ്യവാൻ, കണ്ടാൽ സിനിമാ താരം തോറ്റുപോകും, അത്ര ഗംഭീരൻ.
അത്ര മിടുമിടുക്കനായി. ഞാൻ അയാളുടെ പടം നിങ്ങൾക്ക് കാണിച്ചു തരാം, കാണുമ്പോൾ മനസ്സിലായി. അപ്പോൾ ഏതാണ് ആ ശക്തി കൊടുത്തത്? ഭഗവത്ഗീതയാണ് ആ ശക്തി കൊടുത്തത്. ഡോക്ടർമാരൊക്കെ ഞെട്ടിപ്പോയി, മെഡിക്കൽ സയൻസ് ഞെട്ടിപ്പോയി, ആശുപത്രിക്കാർ ഞെട്ടിപ്പോയി. ഇതെന്ത് വിദ്യ? ഭഗവത്ഗീത. ഭഗവത്ഗീത പഠിക്കുമ്പോൾ ഉള്ള ഗുണങ്ങൾ ഇതാണ്. ഒരാളെ ജീവനോടെ തിരിച്ചു കൊണ്ടുവന്നു, മാത്രമല്ല അയാളെ പരമാവധി സുന്ദരനാക്കി. ചുമ്മാ ഇരിക്കുന്ന ആളുകളെയൊക്കെ മോഹൻലാലും മമ്മൂട്ടിയും വരെ ആക്കും. നമ്മളങ്ങനെയാണല്ലോ ഇപ്പോൾ കാണുന്നത്. അതിസുന്ദരന്മാരാക്കും. നിങ്ങളൊക്കെ ഏറ്റവും സുന്ദരനാവണമെങ്കിൽ ഒറ്റ എളുപ്പമാർഗം ഇതാണ്. നിങ്ങളൊക്കെ അതിസുന്ദരന്മാരാവും. നല്ല കാണാൻ എല്ലാവരും കണ്ടാൽ, നിങ്ങളെ കണ്ടാൽ ഇങ്ങനെ കൊതിക്കുന്ന പോലെ ആളുകളാവും. നിങ്ങൾ ഭഗവത്ഗീത 700 ശ്ലോകം പഠിച്ചാൽ ഉറപ്പാണത്. അതുകൊണ്ട് നിങ്ങൾ ഭഗവത്ഗീത ഒരു ദിവസം 10 ശ്ലോകം പഠിക്കണ്ട, ഒരു ദിവസം 1 ശ്ലോകം പഠിക്കും. ഒരു ദിവസം 1 ശ്ലോകം. അപ്പോൾ 700 ദിവസം ഇഷ്ടം പോലെ. 2 കൊല്ലം കൊണ്ട് പഠിക്കാം. എത്ര കൊല്ലം കൊണ്ട് പഠിക്കാം? 2 കൊല്ലം കൊണ്ട് പഠിക്കാം. 2 കൊല്ലം കൊണ്ട് പഠിച്ചാൽ മതി. ഇപ്പോൾ 1-ാം ക്ലാസ്സിൽ ഇരിക്കുന്ന ആൾ 2-ലെത്തുമ്പോഴേക്കും, അല്ല 3-ലെത്തുമ്പോഴേക്കും ഭഗവത്ഗീത പഠിച്ചു കഴിഞ്ഞു. അപ്പോഴെന്ത് പറ്റും? നിങ്ങൾ സുന്ദരന്മാരും സുന്ദരികളുമാവും. പിന്നൊന്നെന്ത് സംഭവിക്കും? ശ്ലോകം നിങ്ങൾ ചൊല്ലിയതല്ലേ, ചൊല്ലുമ്പം ഇത്തിരി കടുകട്ടിയല്ലേ, അതിൻ്റെ വാക്കുകളൊക്കെ ഭയങ്കര, നമ്മൾ ഉപയോഗിക്കാത്ത അക്ഷരങ്ങളൊക്കെ അതിനകത്ത് ഇത്ര ഇഹ്റ എന്നൊക്കെ പറഞ്ഞാണ് കിടക്കുന്നത്. ഈ ഭഗവത്ഗീത ചൊല്ലുമ്പം നമ്മുടെ വായുടെ, നമ്മൾ നാക്കുകൊണ്ടല്ലേ ചൊല്ലുന്നത്, നമ്മുടെ വായുടെ 4 പാർട്ട് ഒരേ സമയം വർക്ക് ചെയ്യും. ഏതൊക്കെയാണ് 4 പാർട്ട്? തൊണ്ട, ചുണ്ട്, നാക്ക്. ഈ തൊണ്ട, ചുണ്ട്, നാക്ക്. അതുകൂടാതെ നമ്മുടെ ഈ ചുണ്ട് തന്നെ ഈ നാവിൻ്റെ തന്നെ മേൽഭാഗവും അടിഭാഗവും. ചിലർ ഇവിടെ തട്ടണം, അതായത് നമ്മുടെ മോണാന്ന് കൂട്ടിക്കും. ചിലത് താഴെ, അല്ലേ? ചിലത് പല്ലിലാണ്. ചുണ്ട്, പല്ല്, നാക്ക്, തൊണ്ട. ഏതൊക്കെയാണ് 4 ഭാഗം? ചുണ്ട്, പല്ല്, നാക്ക്, തൊണ്ട. ഈ 4 ഭാഗം ഇങ്ങനെ എപ്പോഴും തൊട്ടുകൊണ്ടിരിക്കും, അനങ്ങിക്കൊണ്ടിരിക്കും. ഈ 4 പാർട്ട് ഈ ശ്ലോകം ചൊല്ലുമ്പം ഒരു അധ്യായത്തിൽ ഏതാണ്ട് ചിലപ്പോൾ 13-30 ശ്ലോകം വരെ കാണും. ചിലതിൽ 70, 75, 90 വരെ പോകുന്ന ശ്ലോകങ്ങളുണ്ട്. 700 ശ്ലോകം ചൊല്ലുന്ന, ഒറ്റയടിക്ക് ചൊല്ലുന്ന ആൾക്കാരുണ്ട്. 700 ശ്ലോകം ഒറ്റയടിക്ക് ചൊല്ലും. 700 ശ്ലോകം. അപ്പോഴെന്ത് പറ്റും? 700 ശ്ലോകം ഒറ്റയടിക്ക് ചൊല്ലുക എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 1.5, 2, 3 മണിക്കൂർ എടുക്കും. ഈ സമയം കൊണ്ട് നമ്മുടെ ഈ 4 പാർട്ട് കിടന്നിങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കുക. ഈ 4 പാർട്ട് അനങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എന്ത് പറ്റും? നമ്മുടെ വയറിനകത്തൊരനക്കം വരും, തലയിൽ അനക്കം വരും, ശരീരം മുഴുവൻ അനക്കം വരും. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ വേർക്കും. ശരിക്കും കാര്യം അധ്വാനിച്ച പോലെ വേർക്കും. ദിവസവും ഭഗവത്ഗീത ചൊല്ലുമ്പോൾ ഉണ്ടാകുന്ന ഈ മാറ്റം, ശരീരം മാറിക്കൊണ്ടിരിക്കുകയാണ്. മറ്റേ നമ്മുടെ ശരീരം ഇങ്ങനെ വെറുതെ ഇരിക്കുകയല്ലേ, അവിടെ പിടിക്കുമ്പോൾ വേദന, ഇവിടെ പിടിക്കുമ്പോൾ വേദന, ഇതൊന്നുമില്ല. ശരീരം മാറിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് നമ്മൾ സുന്ദരന്മാരും സുന്ദരികളും ആവുന്നത്. ഈ ബ്രെയിനൊക്കെ അനക്കം വരുമ്പോഴേക്കും ബുദ്ധിശക്തി വളരാൻ തുടങ്ങും. അതുകൊണ്ട് ഭഗവത്ഗീത നല്ല കാര്യം. ഞാൻ ഈ ഭഗവത്ഗീതയുടെ കാര്യം പറയണമെന്ന് വിചാരിച്ചിരിക്കുക. അപ്പം ഇതിവിടെ ഓൾറെഡി നടക്കുന്നുണ്ട്. ഇപ്പം ഭഗവത്ഗീത പഠിച്ചാലേ നിങ്ങൾക്ക് ഗുണമുള്ളൂ. ഞാൻ പഠിക്കാൻ തുടങ്ങിയപ്പോൾ ഒരുപാട് വൈകിപ്പോയി. എനിക്കിങ്ങനെ പറഞ്ഞു തരാൻ ഒരാളില്ലായിരുന്നു. ഈ ബുദ്ധി പറഞ്ഞു തരാൻ ആളില്ലാതെ പോയി, വൈകിപ്പോയി. പക്ഷെ നിങ്ങൾക്കിപ്പോൾ വലിയ ഗുണമാണ്. ഇപ്പം പഠിച്ചാൽ, ഇപ്പം ഞാൻ വിചാരിച്ചാൽ സുന്ദരനാവില്ല. ആവുമോ? നമ്മുടെ കാര്യമൊക്കെ ഇങ്ങനെ വയസ്സായി തുടങ്ങി. അപ്പോൾ ഇനി സുന്ദരനൊന്നും ആവില്ല. ഇനി ഉള്ള കാലം ആരോഗ്യപരമായി നിൽക്കാനേ പറ്റൂ. നിങ്ങൾക്കതല്ല, നിങ്ങളിനി മാറാൻ തുടങ്ങുക. ട്രാൻസ്ഫോർമേഷൻ വരും, മാറ്റം വരും. കുറെ കഴിയുമ്പോൾ നിങ്ങളുടെ ഈ രൂപമൊക്കെ മാറും. അപ്പം നിങ്ങളൊക്കെ സുന്ദരന്മാരും സുന്ദരികളുമായി. പിന്നെ പഠിത്തത്തിലൊക്കെ മിടുക്കന്മാരാവും, വലിയ വലിയ ഉദ്യോഗങ്ങളിൽ ചെല്ലും. അപ്പം അവിടെയൊക്കെ ചെല്ലുമ്പം ഈ ഭഗവത്ഗീത ആയിരിക്കും നിങ്ങളെ സ്ട്രോങ് ആക്കുന്നത്. അപ്പം അതുകൊണ്ട് ഭഗവത്ഗീത പഠിക്കണം. ഇവിടെ ഏറ്റവും നല്ല കാര്യം അതാണ്. നിങ്ങൾ വീട്ടിൽ പോയാലും
ഒരു ദിവസം ഒരു ശ്ലോകം ഞാൻ പഠിച്ചിരിക്കും. അതിൻ്റെ അർത്ഥമൊന്നും ഇപ്പോൾ പഠിക്കണ്ട, അർത്ഥമൊക്കെ പിന്നെ പഠിച്ചാൽ മതി. ഒരു ശ്ലോകം ഒരു ദിവസം പഠിച്ചിരിക്കും. അർത്ഥമൊക്കെ വലിയ അർത്ഥങ്ങളാണ്, അത് മനസ്സിലായി വരണമെങ്കിൽ നിങ്ങൾ കുറെ കൂടെ വലുതായി വരണം. അതിപ്പോൾ വേണ്ട, നമുക്കിപ്പോൾ ഈ എക്സർസൈസാണ് വേണ്ടത്, ഈ ശരീരത്തിൻ്റെ എക്സർസൈസ്. അതിന് ഈ ഭഗവത്ഗീത വലിയ ഗുണം ചെയ്യും. അത് ഈണത്തിൽ ചൊല്ലും. ഈണത്തിലാണോ ചൊല്ലുന്നത് നിങ്ങളിവിടെ? ഈണത്തിലാണ്. ഭഗവത്ഗീത 2 തരം വൃത്തങ്ങളിലാണ് ഭഗവത്ഗീതയുടെ ശ്ലോകം ഉണ്ടാക്കിയിരിക്കുന്നത്. 2 വൃത്തം. വൃത്തം എന്ന് കേട്ടിട്ടുണ്ടോ? വൃത്തം എന്നെല്ലാവരും കേട്ടിട്ടുണ്ടോ? മലയാളത്തിൽ കേട്ടിട്ടുണ്ട്. വൃത്തം നിങ്ങളൊക്കെ ഇനി കേട്ടോളൂ, താമസിയാതെ. മോൻ കേട്ടിട്ടില്ലേ വൃത്തം? 2 തരം വൃത്തത്തിലാണ് ഭഗവത്ഗീത എഴുതിയിരിക്കുന്നത്. ഒന്നാമത്തെ വൃത്തം അനുഷ്ടുപ്പ്. അനുഷ്ടുപ്പ് അതാണ് കൂടുതൽ ശ്ലോകം. രണ്ടാമത്തെ വൃത്തം തുഷ്ടുപ്പ്, അതിൽ അക്ഷരം കൂടുതലുണ്ട്. അപ്പം ചില ശ്ലോകങ്ങളിൽ അക്ഷരം കൂടും, ചില ശ്ലോകത്തിൽ അക്ഷരം കുറയും. അങ്ങനെ 2. അതിപ്പോൾ നോക്കണ്ട, ആ കാര്യങ്ങളെല്ലാം നിങ്ങൾ വിട്ടുതരാം. നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി. 700 ശ്ലോകത്തിൽ ഒരു ശ്ലോകം ഒരു ദിവസം. ഒരു ശ്ലോകം ഒരു ദിവസം. മെമ്മറി കൂടും. ഒരു ദിവസം ഒരു ശ്ലോകം പഠിക്കുമ്പോൾ നിങ്ങളുടെ മെമ്മറി, ഈ ഓർമ്മശക്തിയുടെ സാധനങ്ങളില്ലേ, അതൊക്കെ ഒന്ന് ഇളക്കും. ഇപ്പം നമ്മൾ ഈ മുറി എപ്പോഴും പൂട്ടിയിട്ടാൽ എന്ത് പറ്റും? അതിനകത്തോട്ട് കയറാൻ പറ്റുമോ? ആകെ ഇരുട്ടടച്ച് കിടക്കും. അതുപോലെയാണ് നമ്മുടെ ഈ ബ്രെയിനിനകത്ത്. ഇതൊക്കെ ഒന്ന് തുറക്കണം. തുറക്കേണ്ട താക്കോലാണ് ഇതൊക്കെ. അപ്പോൾ ഇത് ഒരു ദിവസം പഠിക്കുമ്പോൾ നിങ്ങളുടെ ബ്രെയിനൊക്കെ നല്ലോണം തുറക്കും. അപ്പോൾ നല്ല ശക്തിയായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഇതോടൊപ്പം എന്ത് പറ്റും? ഒരു ശ്ലോകം കാണാതെ പഠിക്കുമ്പോൾ നിങ്ങളുടെ പുസ്തകം കാണാതെ പഠിക്കുന്നത്. സ്കൂളിൽ പഠിപ്പിക്കുന്ന ഓരോ പാഠവും എന്ത് പറ്റും? കാണാതെ പഠിക്കാൻ പറ്റും. വലിയ ബുദ്ധിമുട്ടല്ലേ കാണാതെ പഠിക്കല്ലേ? കാണാതെ പഠിക്കണ്ടേ പുസ്തകം, അല്ലേ? എങ്കിലല്ലേ പരീക്ഷ എഴുതാൻ പറ്റും. നോക്കി എഴുതാൻ പറ്റില്ലല്ലോ. പഠിക്കണ്ടേ? നിങ്ങൾ എത്ര നേരം ഇരുന്ന് പഠിക്കും? ഒരാൾ എത്ര നേരം ഇരുന്ന് പഠിക്കും? കുറച്ച് മുതിർന്നവർ പറയട്ടെ. ഒരു ദിവസം എത്ര മണിക്കൂർ പഠിക്കും? 1 മണിക്കൂർ. അപ്പം 23 മണിക്കൂർ എന്ത് ചെയ്യും? ബാക്കി 24 മണിക്കൂറുണ്ട്. 1 മണിക്കൂർ പഠിക്കും, ബാക്കി 23 മണിക്കൂർ എന്ത് ചെയ്യും? കളിക്കുമോ? പിന്നെ ചുമ്മാ അടക്കും. അതാണ് കുഴപ്പം. അങ്ങനെ ചെയ്യരുത്. 24 മണിക്കൂറുണ്ട് ഒരു ദിവസം. 24 മണിക്കൂർ. 12 മണിക്കൂർ ഉറങ്ങിക്കോ. അത്ര ഉറങ്ങുന്നവരുണ്ടോ? 12 മണിക്കൂർ ഉറങ്ങുന്നവരില്ല. പിന്നെ എത്ര മണിക്കൂർ ഉറങ്ങുന്നവരാണ്? 5 മണിക്കൂറാ? 1 മണിക്കൂറാ? എടാ മിടുക്കാ, നീ 1 മണിക്കൂർ ഉറങ്ങുള്ള. ബാക്കി സമയം എന്ത് ചെയ്യും? കളിക്കും. ഇപ്പം രാത്രി 2 മണിക്കൊക്കെ കളിയാണ്. എപ്പോഴാണ് ഈ ഉറങ്ങുന്ന സമയം എന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. 1 മണിക്കൂറൊന്നുമല്ല, വീട്ടിൽ ചെല്ലുമ്പോൾ അറിയാം കിടന്ന് ഉറങ്ങണത്. അപ്പം അതുകൊണ്ട് അപ്പം 24 മണിക്കൂറുണ്ട്. നിങ്ങൾ 12 മണിക്കൂർ ഉറങ്ങിക്കും. എന്നാലും കുഴപ്പമില്ല. ഈ പ്രായത്തിൽ ശരിക്കും 8 മണിക്കൂറേ ഉറങ്ങാവൂ. 12 മണിക്കൂർ ഉറങ്ങരുത്. ശരിക്കും 8 മണിക്കൂറേ ഉറങ്ങാവൂ. പിന്നെ എത്ര മണിക്കൂറുണ്ട് ബാക്കി? കണക്കറിയാതെ നോക്കട്ടെ. 24 മണിക്കൂറിൽ 8 മണിക്കൂർ പോയി ഉറങ്ങി. ബാക്കി എത്ര മണിക്കൂറുണ്ട്? 17? 16 or 17? എത്ര? 24 മൈനസ് 8. 24 മൈനസ് 8. 16. ഇപ്പൊ എന്താണ് സംഭവിച്ചത് ഇവിടെ? 16 17? 16 17? അങ്ങനെ ആയി. ഇത് സംഭവിച്ചത് എന്തെന്നറിയാം? അത് തന്നെ. കണ്ടേ, അവൻ ഭയങ്കര വിളിക്കലാണ്. ഭാവിയിൽ മോഹൻലാലാണ് ഇരിക്കുന്നത്. കണ്ടേ. അപ്പൊ ഇപ്പൊ എന്ത് പറ്റി? 16 17? ഇതെന്താ സംഭവിച്ചേ? ഇവിടെ അനക്കം കിട്ടിയില്ല. അപ്പൊ അനക്കം കിട്ടാനിട്ട് കുറെ പണിഞ്ഞപ്പോഴാണ് എന്ത് പറ്റിയത്? അനക്കം കിട്ടിയത്. അപ്പൊ ഇത്രയും സമയം വരരുത്, പെട്ടെന്ന് വരണം. അതിനാണ് പറഞ്ഞത് ഭഗവത്ഗീത ശ്ലോകം. അപ്പൊ പിടി കിട്ടിയ. അപ്പൊ അതവിടെ നിൽക്കട്ടെ. ഇനി 16 മണിക്കൂർ. 16 മണിക്കൂറിൽ 8 മണിക്കൂർ എന്ത് ചെയ്യും? സ്കൂളിൽ പോകും. 8 മണിക്കൂർ സ്കൂളിലുണ്ടല്ലേ? 8 മണിക്കൂർ സ്കൂളിൽ പോകും. അതായത് പഠനം, അവിടെ പഠിത്തമാണ് നടക്കുന്നത്, അല്ലേ? ബാക്കി 8 മണിക്കൂറുണ്ട്. കുളിക്കണം, കഴിക്കണം, കളിക്കണം, പഠിക്കാനുണ്ടാവണം,
ടി വി കാണണം, നാമം ജപിക്കും, ഓക്കെ, പിന്നെയും പഠിക്കും. ഓക്കെ, സ്കൂളിൽ ഹോംവർക്കൊക്കെ ചെയ്യണം. അപ്പോൾ 8 മണിക്കൂറിലാണ് നമ്മുടെ കളി നടക്കുന്നത്. മൊത്തം 24 മണിക്കൂറിൽ ആകെ എത്ര മണിക്കൂറേ നമുക്ക് സ്വന്തമായിട്ടുള്ളൂ? 8 മണിക്കൂർ സ്കൂളിൽ കൊടുത്തു, 8 മണിക്കൂർ ഉറങ്ങാൻ കൊടുത്തു, ബാക്കി 8 മണിക്കൂറേ ഉള്ളൂ ഒരു ദിവസം നമ്മുടെ കയ്യിൽ. അതിൽ ഭക്ഷണം കഴിക്കാനുള്ളത് തീരണം. അപ്പോൾ ഒരു ദിവസം മൊത്തം ഭക്ഷണം കഴിക്കാനുള്ളതിനെ 1 മണിക്കൂറാക്കി കൊടുത്തു, 1 മണിക്കൂർ ആകെ. അപ്പോൾ ബാക്കി എത്രയായി? 7 മണിക്കൂർ. അതിലൊരു ടി വി കാണാൻ 2 മണിക്കൂർ എടുത്തു. അപ്പോൾ ബാക്കി എത്രയായി? 5 മണിക്കൂർ. ഇനി 5 മണിക്കൂറേ ഉള്ളൂ. ഈ 5 മണിക്കൂറിൽ വേണം ഇനി കളിക്കാൻ. കളി ഞാൻ പറഞ്ഞില്ലല്ലോ, കളിക്കാൻ പറഞ്ഞു. എത്ര മണിക്കൂർ കളിക്കാം? 2 മണിക്കൂർ. അപ്പോൾ 5 മണിക്കൂറിൽ 2 മണിക്കൂർ കളിച്ചു. ബാക്കി എത്ര? 3 മണിക്കൂർ. ഇനി ഈ 3 മണിക്കൂർ എന്ത് ചെയ്യും? ഹോംവർക്ക് ചെയ്യാനുള്ള കാര്യം പറഞ്ഞോ? ഹോംവർക്ക് പറഞ്ഞില്ല. ഹോംവർക്ക് ചെയ്യാൻ എത്ര സമയം വേണം? 1 മണിക്കൂർ. അത്രയും മതി. അതിൽ കൂടുതലൊന്നും വേണ്ട. വീട്ടിൽ വന്നിരുന്ന് 1 മണിക്കൂർ കൂടുതലൊന്നും പഠിക്കണ്ട. 1 മണിക്കൂർ പഠിച്ചാൽ കൂടുതൽ പഠിക്കണമെങ്കിൽ ഉറക്കത്തിൽ നിന്ന് കുറച്ചോണം. ഈ 8 കുറയ്ക്കരുത്, മനസ്സിലായില്ലേ? ഉറക്കത്തിൽ കുറച്ചോണം. അല്ലാതെ ഇതിൽ കയറി പിടിക്കരുത്. എല്ലാത്തിലും ഒരു കണക്കുണ്ട് ഇതിനകത്ത്. അപ്പോൾ ബാക്കി ഇപ്പോൾ എത്ര ഇനി ബാക്കി? 2 മണിക്കൂർ. ഈ 2 മണിക്കൂർ എന്ന് പറയുന്നത് നമ്മൾ വളരെ ക്രിയേറ്റീവായിട്ട് ഉപയോഗിക്കണം. ഇപ്പം എല്ലാം തീർന്നില്ലേ? നമ്മുടെ പരിപാടികളെല്ലാം തീർന്നില്ലേ? മുഴുവൻ പരിപാടി തീർന്നപ്പോൾ 2 മണിക്കൂർ നമുക്ക് കിട്ടി. നോർമലി കിടന്ന് ഉറങ്ങിയാലും, നോർമലി പഠിച്ചാലും, നോർമലി സ്കൂളിൽ പോയാലും ബാക്കി നമുക്ക് എത്ര മണിക്കൂർ കിട്ടി? 2 മണിക്കൂർ കിട്ടി. ഈ 2 മണിക്കൂർ വേണം നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ. ക്രിയേറ്റീവായിട്ട് ഭഗവത്ഗീത, കഥകൾ വായിക്കുക, പുസ്തകങ്ങൾ പഠിക്കുക, അല്ല എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി. ഡാൻസ് ഉണ്ടെങ്കിൽ ഡാൻസ്, ചിത്രകലയുണ്ടെങ്കിൽ ചിത്രകല, പാട്ടുണ്ടെങ്കിൽ പാട്ട്. ഇതൊക്കെ വേണ്ടേ? ഇതൊക്കെ വളരെ അത്യാവശ്യമാണ്. ഇത്തരം കാര്യങ്ങൾ ഇതേപോലെ നമ്മൾ ആഴ്ചയിലൊരിക്കൽ ഇതേപോലുള്ള സത്സംഗങ്ങൾ നടക്കും. ഇവിടെയൊക്കെ വന്ന് നമ്മൾ ചേച്ചിമാരും അമ്മമാരും ഒക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരും. ഇതൊക്കെ മനസ്സിലാക്കണം. കഴിയുമെങ്കിൽ നിങ്ങൾ ഇതൊക്കെ ഇന്ന് ഓരോ തവണയും ക്ലാസ് കഴിയുമ്പം നിങ്ങൾ വീട്ടിൽ ചെല്ലണം. വീട്ടിൽ ചെന്നിട്ട് ഒരു നോട്ട് ബുക്ക് എടുക്കണം. ഒരു നോട്ട് ബുക്ക് ഇതിനു വേണ്ടി മാറ്റി വെക്കണം. അങ്ങനെ ഒരു നോട്ട് ബുക്ക് ഉണ്ടോ ആർക്കെങ്കിലും? ഉണ്ട്? വിളിക്കുക. എല്ലാവർക്കും ഉണ്ട്. ഈ നോട്ട് ബുക്കിൽ എന്താ എഴുതണത്? എഴുതുന്നുണ്ട്. അപ്പം ഡയറി എഴുതുന്നുണ്ട്. വളരെ മിടുക്കം. അവർ കയ്യടി തരും. അപ്പം നിങ്ങളൊക്കെ വളരെ മിടുക്കന്മാരാണ്. അപ്പോൾ അത് എഴുതി വെക്കണം. എഴുതി വെച്ചിട്ട് നമ്മളത് കളയരുത്, സൂക്ഷിക്കണം. എഴുതി വെക്കുമ്പം നമ്മൾ ഓരോ തവണ എഴുതുമ്പോഴും നമ്മൾ അതിൻ്റെ അടിയിൽ ഒരു വരിയും കൂടെ എഴുതണം. ഞാൻ എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കും? ഇനി നമ്മുടെ ഒരു വിഷൻ ഉണ്ടല്ലോ, നമ്മുടെ ഒരു കാഴ്ചപ്പാട്, നമ്മുടെ ഒരു സ്വപ്നം, നമ്മുടെ ഒരു എന്താ പറയുക, ഒരു ആഗ്രഹം, അതുകൂടെ ആ പേജിൻ്റെ അടിയിൽ എഴുതി വെക്കും. എല്ലാ പേജിൻ്റെ എഴുതി തീരുമ്പോൾ, അല്ലെങ്കിൽ എത്ര എഴുതി തീരുന്നോ അത്ര എഴുതി തീരുമ്പോൾ അടിയിൽ അവസാനം എഴുതി തീർന്നിട്ടൊരു വരയിടണം. അപ്പോൾ എല്ലാം എഴുതി തീർന്നു. എന്നിട്ട് ഈ ഒരു വരിയും കൂടെ എഴുതും. ഒറ്റ വരിയിലേ എഴുതാവൂ. അത് നീട്ടി എഴുതരുത്. ഒറ്റ വരി. എനിക്ക് എന്താണ് ഇനി ആഗ്രഹം, അല്ലെങ്കിൽ എന്താവണം, എന്ത് സ്വപ്നം, ഓരോ ദിവസവും നമുക്ക് എഴുതാം. എന്നിട്ട് ഈ അടിയിൽ എഴുതിയതിലേക്കാണ് നമ്മൾ ഇനി പോകേണ്ടത്. നമ്മുടെ ലക്ഷ്യം ഏതാണ്? ഈ അടിയിൽ എഴുതി, അല്ലേ? അതിനെ സഹായിക്കുന്നതാണ് ഈ മുകളിൽ കിടക്കുക. ഓക്കെ, ഇതാണ് ഭഗവത്ഗീത പറഞ്ഞുകൊണ്ടാണ് എനിക്ക് ഇത്ര എത്തിയത്. അത് നന്നായി. ഞാനിവിടെ നിങ്ങൾക്ക് 3 കാര്യങ്ങൾ നിങ്ങളോട് ഇന്ന് പറയാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. 3 കാര്യം. ഒന്നാമത്തെ കാര്യം, ഞാൻ ഒരാളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. നിങ്ങൾക്ക് അറിയാവുന്ന ആൾ തന്നെ, നിങ്ങൾക്ക് നല്ലോണം അറിയാവുന്ന ആളാണ്, പക്ഷെ കുറച്ചുകൂടെ ആ ആളെ കുറച്ചുകൂടെ നന്നായിട്ട് പരിചയപ്പെടുത്താം. അപ്പോൾ ഒരാളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. രണ്ടാമത്തത്, നിങ്ങൾ ഇതുവരെ ഉപയോഗിക്കാത്ത ഒരു വാക്ക്, ഇംഗ്ലീഷിൽ ഒരു വാക്ക് ഞാൻ നിങ്ങളെ പഠിക്കും. നിങ്ങൾ ഇതേവരെ ഉപയോഗിച്ചിട്ടില്ല. കാര്യം അത് ഉപയോഗിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക്. ആ ഉപയോഗിക്കാത്ത ഒരു വാക്ക്, ചിലപ്പോൾ കേട്ട് കാണും ചിലരെങ്കിലും, എന്നാലും അത് ഉപയോഗിച്ചിട്ടില്ല. ഉപയോഗിക്കാത്ത ഒരു ഇംഗ്ലീഷ് വാക്ക് ഞാൻ നിങ്ങളെ പഠിപ്പിക്കും. ഇതും ഒരു കണക്കാണ്. നിങ്ങൾ എല്ലാ ദിവസവും ഭഗവത്ഗീത ഒരു ശ്ലോകം പഠിക്കുന്ന പോലെ ഒരു ഇംഗ്ലീഷ് വാക്ക് പഠിക്കും. കേൾക്കാത്ത ഒരു ഇംഗ്ലീഷ് വാക്ക്, എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന വാക്കല്ല, കേൾക്കാത്ത ഒരു വാക്ക്, ഇതുവരെ കേൾക്കാത്ത ഒരു ഇംഗ്ലീഷ് വാക്ക്
നിങ്ങളത് പഠിക്കും. അതും എഴുതി ഈ ബുക്കിൽ അത് എഴുതി വരും. എല്ലാ ദിവസവും ഒരു ഇംഗ്ലീഷ് വാക്ക്. ഇപ്പോഴാണെങ്കിൽ എളുപ്പമാണ്, കാര്യം ഡിക്ഷണറി പുസ്തകമൊന്നും തറപ്പണ്ട, ഗൂഗിള് നമ്മൾ ഉടൻ തപ്പിയാൽ അതിനകത്ത് നിങ്ങൾക്കൊരു വാക്ക് കിട്ടും. അപ്പം അതെന്താണെന്ന് പഠിച്ചു. എല്ലാ ദിവസവും ഒരു വാക്ക്. അപ്പം ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഒരു വാക്ക്, ഇന്ന് തുടങ്ങാം, നമുക്ക് ഇന്ന് ഒരു വാക്ക് പഠിക്കും. അപ്പോൾ ഒരാളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം, ഒരു വാക്ക് പരിചയപ്പെടുത്തി തരാം, ഒരു കഥ പറഞ്ഞു തരാം. ഇത്രയും പോരെ? ഇത്രയാണെങ്കിൽ ഓക്കെ ആണല്ലോ, സമ്മതമാണല്ലോ, കേട്ടോണ്ടിരിക്കാമല്ലോ. അപ്പോൾ എന്തൊക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോണെന്ന് പറഞ്ഞേ, ഓർമ്മയുണ്ടോ നോക്കട്ടെ? എന്തൊക്കെയാണ് ഇപ്പം ഞാൻ പറഞ്ഞേ? 3 കാര്യം പറഞ്ഞു, ഓർമ്മയുണ്ടോ? ഒന്നും ഓർമ്മയില്ല. മോനെ ഓർമ്മയുണ്ടോ? ഇല്ല. അടുത്താക്ക് ഇനി ഈ ഫ്രണ്ട് റോയിൽ ആർക്ക്, മോനല്ല, ഈ ഇരിക്കുന്ന എത്ര പേർക്ക്, 4 പേരിൽ ആർക്ക് ഓർമ്മയുണ്ട് ഞാനിപ്പോൾ പറഞ്ഞത്? ഓക്കെ, ഒരു ഇംഗ്ലീഷ് വാക്ക് കേട്ടോണം, ഒരാള്, അടുത്തത് ഒരു കഥ. ഓക്കെ, മിടിക്കുകയാണേ, സുന്ദരിയാണ്, മിടിക്കും, നല്ല ഓർമ്മ, നീ അടിമിടുക്കൻ. അപ്പോൾ ആദ്യം ഞാൻ ഒരാളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. നിങ്ങൾക്ക് അറിയാവുന്ന ആളാണ്, പക്ഷെ നിങ്ങൾ കാണാത്ത രീതിയിലാണ് അയാളുടെ പടം, അധികം കണ്ടിട്ടില്ല. ഇതാണ് ആ ആള്. ഇയാളെ അറിയാമോ? ഇയാളെ അറിയാമോ? ആരാണ്? സ്വാമി വിവേകാനന്ദ. അറിയാമല്ലേ? ഈ ആളെ കുറിച്ചാണ്, ഒരാളെ പരിചയപ്പെടുത്തി കഴിഞ്ഞു, ഇനി അത് തീർന്നു, ഇനി വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇനി പറയാൻ പോകുന്ന ഒരു പുതിയ വാക്ക് ഈ ആളുമായി ബന്ധപ്പെട്ടതാണ്. ഞാൻ പറഞ്ഞില്ല, ഒരു പുതിയ വാക്ക്. ഈ ആൾ എങ്ങനെയാണ് പഠിച്ചത്? നിങ്ങളെപ്പോലെ ഇതേപോലെ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഇയാൾ ഇത്തരം കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കും. പുതിയ പുതിയ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ പഠിക്കണം. അപ്പോൾ അന്വേഷിക്കും. അങ്ങനെ ഒരു പുതിയ കാര്യം അറിഞ്ഞാൽ ഉടനെ അച്ഛൻ്റെ അടുത്ത് ചോദിക്കും, അമ്മയുടെ അടുത്ത് ചോദിക്കും, അല്ലെങ്കിൽ ടീച്ചറുടെ അടുത്ത് ചോദിക്കും, അല്ലെങ്കിൽ മുതിർന്ന ആളുകളോട് ഇങ്ങനെ ചോദിക്കും, ആ പറഞ്ഞത് എന്താണ്? നിങ്ങളങ്ങനെ ചോദിക്കാറുണ്ടോ? ഒരു കാര്യം കേട്ടാൽ എന്താണെന്ന് ചോദിക്കും. ആരോടാണ് ആദ്യം ചോദിക്കുന്നത്? അച്ഛനോട്. അതെന്താ അമ്മയോട് ചോദിക്കാത്ത? അതെന്താ അമ്മയോട് ചോദിക്കാത്ത? അച്ഛനോട് ആദ്യം ചോദിക്കുന്ന ആരൊക്കെയുണ്ട്? 1 2 3 4 5. ഇതന്നെ ഈ താമസം. 5 ആലോചിച്ചാണ് കൈ വെക്കുന്നത്. അമ്മയോട് ആദ്യം ചോദിക്കണവർ എത്ര? അമ്മയോട് ആദ്യം. അപ്പം അച്ഛനോടും അമ്മയോടും ചോദിക്കുമല്ലേ, എപ്പോഴും കൈ വെക്കല്ലേ? ഓക്കെ, അപ്പം അച്ഛനോടോ അമ്മയോടോ ചോദിക്കും. ടീച്ചറോട് ആദ്യം ചോദിക്കണവർ എത്ര? ഒരു കാര്യം അറിഞ്ഞപ്പോൾ ഞാൻ ആദ്യം ടീച്ചറോടാണ് ചോദിക്കുന്നത്. ചില കാര്യങ്ങൾ, ഏത് തരം കാര്യങ്ങളാണ് ടീച്ചറോട് ചോദിക്കുന്നത്? ഏതാ? കേൾക്കാൻ വയ്യ ശബ്ദം. ഓക്കെ, പഠിക്കാനുള്ള അതിൽ കേൾക്കുന്നു. ഓക്കെ, കറക്റ്റ്. ഈ പുള്ളി അങ്ങനെ തന്നെ, പുസ്തകത്തിലുള്ളത് വല്ലതും ഉണ്ടെങ്കിൽ ടീച്ചറോട് ചോദിക്കും. അപ്പം ഇയാൾ ഒരിക്കൽ കോളേജിലെത്തിയപ്പം അന്ന് നിങ്ങൾക്ക് അറിഞ്ഞില്ല, ചില ദിവസം കണക്ക് സാറ് വന്നില്ല, അല്ല, അങ്ങനെ മാത്തമാറ്റിക്സിൻ്റെ ടീച്ചർ വന്നില്ല, ലീവായിരുന്നു. അപ്പം നിങ്ങളുടെ ക്ലാസ്സിലാണെങ്കിൽ എന്ത് പറ്റും? മാത്തമാറ്റിക്സിൻ്റെ, കണക്കിൻ്റെ ടീച്ചർ വന്നില്ല. അപ്പോൾ എന്ത് സംഭവിക്കും അവിടെ? ആ പീരീഡ് എന്തായിരിക്കും? നിങ്ങളുടെ സ്കൂളിൽ നിങ്ങളുടെ അനുഭവം എന്താ? വേറെ ടീച്ചർ വന്നു അല്ലേ? ആ ടീച്ചർ ഇല്ലെങ്കിൽ വേറൊരു ടീച്ചർ വരും. അപ്പോൾ വേറൊരു ടീച്ചർ വരുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമാണോ സങ്കടമാണോ വരാറ്? നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നത് മാത്തമാറ്റിക്സ് ടീച്ചറാണ്, അപ്പോഴാണ് ഹിന്ദിയുടെ ടീച്ചർ കയറി വരികയാണ്. ഞാനൊക്കെ ഹിന്ദിയുടെ ടീച്ചർ, അയ്യോ ഇവർക്ക് വേറെ പണിയൊന്നുമില്ല. ചിലപ്പോൾ PT ടീച്ചർ വരും, നിങ്ങൾക്ക് ഉണ്ടോയെന്നറിയില്ല, ഉണ്ടോ? അപ്പോൾ ഭയങ്കര സന്തോഷമാണ്, അപ്പോഴേ ഇറങ്ങി ഓടാം വെളിയിലേക്ക്. അപ്പോൾ ചില ടീച്ചർമാർ വരുമ്പോൾ നമുക്ക് അയ്യോ വേണ്ടായിരുന്നു, ഇതിലും ഭേദം കണക്കായിരുന്നു എന്ന് പറയും. കണക്കിനോട് വലിയ താല്പര്യമില്ല എന്നാലും. അപ്പോൾ ഇത് വേറെ ടീച്ചർ വരും. ആരുടെയെങ്കിലും ക്ലാസ്സിൽ പ്രിൻസിപ്പൽ അല്ലെങ്കിൽ ഹെഡ് മിസ്ട്രസ് കയറി വന്നിട്ടുണ്ട്. ഒരു ടീച്ചർ വന്നില്ല, അപ്പോൾ ഹെഡ് മിസ്ട്രസ് വരാറുണ്ട്. ഹെഡ് മിസ്ട്രസ് എന്താണ് ചെയ്യാറ്? ചില കറക്റ്റ്. ഹെഡ് മിസ്ട്രസ്സുമാർ വരണം, നല്ലതാണ് എപ്പോഴും അല്ലേ?
എനിക്കിപ്പോഴും ഓർമ്മയുള്ളത്, ഞാൻ വായിക്കാനും കഥ വായിക്കാനോ അല്ലെങ്കിൽ പുസ്തകം വായിക്കാനൊക്കെ എനിക്കിഷ്ടം തോന്നാൻ കാരണം, ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സ്കൂളിൽ ടീച്ചർ വരാത്ത ക്ലാസ്സുകളിലെല്ലാം ഞങ്ങളുടെ ഹെഡ് മാസ്റ്റർ കയറി വരും. എന്നിട്ട് വരുന്നത് തന്നെ ഒരു കഥാപുസ്തകമായിട്ടാണ്. അപ്പം നമുക്ക് വലിയ ഇഷ്ടമാണ് സാറ്. അപ്പം ഏതെങ്കിലും ടീച്ചർമാർ വരല്ലേ എന്ന് പറയാണ് നമ്മളിരിക്കുന്നത്. കാര്യം ഹെഡ് മാസ്റ്റർ വരും. അപ്പം വന്നിട്ട് ഞങ്ങൾക്ക് കഥ പറഞ്ഞു തരും. ഈ ഇദ്ദേഹത്തിൻ്റെ ക്ലാസ്സിലും ഇതേപോലെ മാത്തമാറ്റിക്സ് ടീച്ചർ വന്നില്ല. ആരും വന്നില്ല? മാത്തമാറ്റിക്സ് ടീച്ചർ വന്നില്ല. അപ്പോൾ പകരം വന്നത് ഈ ആളാണ്. കാണാമോ? ഈ താടി വെച്ച ആൾ. ഇദ്ദേഹമാണ് ഹെഡ് മാസ്റ്റർ. വിവേകാനന്ദൻ പഠിച്ച സ്കൂളിലെ ഹെഡ് മാസ്റ്ററാണ് ഇദ്ദേഹമാണ്. ഇദ്ദേഹം ഒരു സായിപ്പാണ്. അന്ന് സായിപ്പന്മാരാണ് പഠിപ്പിക്കുന്നത്, അറിയാമോ? വിവേകാനന്ദനൊക്കെ കുട്ടികളായിരുന്ന കാലത്ത് നമ്മുടെ രാജ്യത്ത് സായിപ്പന്മാരാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അതൊന്നുണ്ടായി സായിപ്പന്മാർ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്? ഇംഗ്ലീഷുകാർ. ബ്രിട്ടീഷുകാരാണ് നമ്മളെ ഭരിക്കുന്നത്. ഓർമ്മയുണ്ടോ ആ കാലമൊക്കെ? എവിടെ ഓർക്കാലല്ലേ? കേട്ടിട്ടില്ലേ അത്? നമ്മളെ മുഴുവൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ബ്രിട്ടീഷുകാരാണ്. അപ്പം ഇംഗ്ലീഷ് സാറുമാരാണ് വരുന്നത്. മുഴുവൻ പേരും സായിപ്പാ. എന്തൊരു സുഖമാണെന്ന് ഇംഗ്ലീഷ് പഠിക്കാം. വരുന്നതെല്ലാം സായിപ്പാണ്, നമുക്കിഷ്ടമാണ്. ക്ലാസ്സിൽ വരുന്നവരെല്ലാം സായിപ്പുമാരും ഇംഗ്ലീഷുകാരാണെങ്കിൽ അത് നല്ലതാണോ ചീത്തയാണോ? നല്ലതാണ്. ഓക്കെ. ഏതായാലും വിവേകാനന്ദനും ഇഷ്ടപ്പെട്ടു, എല്ലാവർക്കും ഇഷ്ടമാണ്. കാര്യം ഈ സാറ് വരുന്നത് എല്ലാവർക്കും ഇഷ്ടമാണ്. ഈ സാറ് വന്നാൽ ധാരാളം കഥ പറഞ്ഞു കൊടുക്കും. അതാണ് എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ ഈ സാർ എന്ത് ചെയ്തു? ക്ലാസ്സിൽ വന്നു. അപ്പോൾ ഈ സാറിൻ്റെ പേര് വില്യം ഹേസ്റ്റി എന്നാണ്. എന്താണ് മോൻ പറഞ്ഞ പേര്? പറഞ്ഞ വില്യം, പേര് പറഞ്ഞ വില്യം ഹേസ്റ്റി. പറഞ്ഞ് വില്യം ഹേസ്റ്റി, മറക്കരുത്. വില്യം ഹേസ്റ്റി എന്നാണ് ആ സാറിൻ്റെ പേര്. സാറ് വന്നിട്ടൊരു കഥ പറയാൻ തുടങ്ങി. അപ്പോൾ ഈ വിവേകാനന്ദനും എല്ലാം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇംഗ്ലീഷിലാണ് പറയുന്നത്. കാര്യം അന്ന് അവർ ഇംഗ്ലീഷിലേ പറയുള്ളൂ. ഇംഗ്ലീഷ് മീഡിയമാണ് എല്ലായിടത്തും. ഈ കഥ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പം സാർ ഒരു വാക്ക് പറഞ്ഞു. സാറ് കഥ പറഞ്ഞത് ഒരു കവിതയിൽ നിന്നാണ് കഥ പറഞ്ഞത്. ഒരു കവിത. നിങ്ങൾ കവിതയിലെ കഥ കേട്ടിട്ടില്ലേ? കവിതയിലെ കഥ ആരെങ്കിലും പഠിച്ച ഏതെങ്കിലും ഓർമ്മയുണ്ടോ? ഏതെങ്കിലും കവിത ഓർമ്മയുണ്ടോ കഥയുള്ളത്? കുമാരനാശാൻ പഠിച്ചിട്ടുണ്ട്. കുമാരനാശാൻ്റെ കവിത പഠിച്ചിട്ടുണ്ടോ? ഇല്ല. ദൈവമേ, എത്രയിലാണ് പഠിക്കുന്നത്? 9. എന്തെടുത്തു? സംസ്കൃതം. അല്ല, എന്നാലും ആയിക്കോട്ടെ. അപ്പോൾ കാളിദാസനുണ്ടോ? അപ്പോൾ നിങ്ങളെ ഒരു കവിത പഠിപ്പിക്കുന്നില്ലേ? നിങ്ങളുടെ സ്കൂളിൽ കവിത പഠിക്കുന്നില്ലേ? പോയം ഇല്ലേ? പോയം. അയ്യോ ദൈവമേ, അങ്ങനെ ഒരു സ്കൂളുണ്ടോ ഈ രാജ്യത്ത്? മലയാളത്തിൽ പോയമില്ലേ? എങ്കിലും ആ സ്കൂളിലേക്ക് വന്ന് അവരെ ശരിയാക്കേണ്ടതാണ് കേട്ടോ. നിങ്ങൾക്ക് പോയം ഇതൊന്നും പഠിപ്പിക്കുക നിങ്ങൾ ഭയങ്കരമാണ് കേട്ടോ. എന്തെങ്കിലും ആയിക്കോട്ടെ. എന്തായാലും എൻ്റെയൊക്കെ കാലത്തുണ്ട്. ഞാൻ പഠിച്ചില്ലേ? ഞങ്ങൾക്ക് എല്ലാവരും പഠിച്ചിട്ടുണ്ട്. ഞങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ കവിതയൊക്കെ പഠിച്ചത് സ്കൂളിൽ പഠിക്കുമ്പോഴാണ്. മലയാള പാഠാവലിയിൽ ഇഷ്ടംപോലെ കവിതകളൊക്കെ ഉണ്ട്. കുഞ്ചിയമ്മയ്ക്ക് 5 മക്കളാണെന്ന് 1-ാം ക്ലാസ്സിലേ പഠിച്ചതാണ്. അത് കവിതയല്ലേ? അല്ലേ? അപ്പോൾ ആ കവിത കേട്ടിട്ടുണ്ടോ? കുഞ്ചിയമ്മയ്ക്ക് 5 മക്കളാണ്, 5ാമൻ ഓമന കുഞ്ചുവാണ്. കേട്ടിട്ടുണ്ടോ? അതൊരു കഥയല്ലേ? കുഞ്ചിയമ്മ, അവർക്ക് 5 മക്കളുണ്ട്, അതിൽ 5ാമത്തവൻ ഓമന കുഞ്ചു, വഞ്ചി തുഴഞ്ഞു. ഇതൊരു കഥയാണ്. അന്ന് പറഞ്ഞ പോലെ. അപ്പോൾ ഇതാണ്. അപ്പോൾ കാര്യം മനസ്സിലായി. അപ്പോൾ ഇങ്ങനെ കവിത പഠിപ്പിക്കുകയാണ്. ആര്? ഈ ഹേസ്റ്റി സാർ. ഹേസ്റ്റി സാറിൻ്റെ മുഴുവൻ പേരെന്താണ്? വില്യം ഹേസ്റ്റി. കവിതയെന്ന് കഥ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ആ പഠിപ്പിക്കുന്നത് വേർഡ്സ് വർത്ത് എന്ന് പറയുന്ന കവിയുടെ പോയമാണ്. ആരുടെയാണ്? വില്യം വേർഡ്സ് വർത്ത്.
അങ്ങനെ കവിയുടെ പേരിലും ആ വാക്കുണ്ട്. വേർഡ്സ്വർത്തിന്റെ എക്സ്കർഷൻ കേട്ടിട്ടുണ്ടോ? എക്സ്കർഷൻ എന്ന വാക്ക് കേട്ടിട്ടുണ്ടോ? നിങ്ങൾ സ്കൂളിൽ നിന്ന് എക്സ്കർഷൻ പോകാറില്ലേ? വിനോദയാത്ര പോകാറുണ്ടോ? ഇല്ലേ? നിങ്ങളിവിടെ ചിലപ്പോൾ അടുത്ത് അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഇവിടെ വീഗാലാൻഡിലൊക്കെ വിനോദയാത്ര പോകാറില്ലേ? സ്കൂളിൽ ബസ്സിൽ എല്ലാവരും കൂടെ ഒരുമിച്ച് പോകുന്നുണ്ടോ? ടൂറ് പോകുന്നില്ലേ? ടൂറിൻ്റെ മറ്റൊരു വാക്കാണ് എക്സ്കർഷൻ. സ്കൂളിൽ അതിന് എക്സ്കർഷൻ എന്ന് പറയും. അപ്പം വില്യം വേർഡ്സ്വർത്തിന്റെ എക്സ്കർഷൻ എന്ന കവിതയാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കഥ അങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക സാറ്. ഏത് സാറ്? വില്യം കേസ്റ്റ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ആരുടെ കവിതയാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? വേർഡ്സ്വർത്തിന്റെ കവിത പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പം ഒരു വാക്ക് അതിനകത്ത് കയറി വന്നു. ഇതുവരെ കേൾക്കാത്ത ഒരു വാക്ക് അതിനകത്ത് കയറി. ഇതുവരെയല്ല, പല വാക്കുകളും കേട്ടിട്ടില്ല പിള്ളേർ. അതിൽ ഒരു വാക്ക് ഈ ആൾക്ക്, ഈ കുട്ടിയുടെ അന്നത്തെ പേരെന്താണെന്ന് അറിയാമോ? വിവേകാനന്ദൻ എന്നുള്ള പേര് വരുന്നത് സന്യാസിയായ ശേഷമാണ്. അപ്പൊ ആദ്യത്തെ പേരെന്തായിരുന്നു? സന്യാസി ആവുന്നതിന് മുമ്പ് എന്തായിരുന്നു പേര്? നരേന്ദ്രൻ. മറക്കരുത്. വിവേകാനന്ദന്റെ ചെറുപ്പകാലത്തെ പേരെന്തായിരുന്നു? മിടുക്കൻ, നരേന്ദ്രൻ. ഒരു കയ്യടി കൊടുത്തവന്. ഇവനൊക്കെ ഭാവിയിലെ നരേന്ദ്രന്മാരാണ് കേട്ടോ. അപ്പം നരേന്ദ്രന് ഒരു സംശയം. നരേന്ദ്രൻ കൈപൊക്കി. സാർ ഒരു വാക്ക് പറഞ്ഞപ്പോൾ നരേന്ദ്രൻ കൈപൊക്കി. സാർ, എനിക്ക് ആ വാക്ക് മനസ്സിലായില്ല. കൈതാത്തോ? അപ്പോൾ സാർ ഇങ്ങനെ പറഞ്ഞു, കൈതാത്തോ എന്ന് പറഞ്ഞു. സാർ, എനിക്ക് ആ വാക്ക് മനസ്സിലായില്ല. സാറ് വിഷമിച്ചു പോയി. എന്താണെന്ന് അറിയാമോ? സാറിനും അതിൻ്റെ അർത്ഥം അറിയില്ല. ഇംഗ്ലീഷ് സാറാണ്, സായിപ്പാണ്. നരേന്ദ്രൻ അതിൻ്റെ അർത്ഥം ചോദിച്ചപ്പോൾ സാറ് ഹെഡ്മാസ്റ്ററാണ്. സാറ് വല്ലാതെ വിഷമിച്ചു പോയി. സാറങ്ങ് വേർത്ത്. ഇങ്ങനൊരു ചോദ്യം വരുമെന്ന് സാർ ഒത്തും ചോദിച്ചു. അതുപോലെ ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് ചോദ്യം ചോദിക്കല്ലേ, ഞാൻ ചിലപ്പോൾ വേർത്തു പോകും. അപ്പം സാറ് വല്ലാതെ വേർത്തു പോയി. അത് നാണക്കേടല്ലേ സാറിന്? നാണക്കേടല്ലേ? സാറ് പറഞ്ഞ വാക്കെന്തായിരുന്നെന്നറിയാമോ? എക്സ്റ്റസി. എന്ന് പറഞ്ഞത് എക്സ്റ്റസി. എക്സ്റ്റസി. ആ വാക്കൊന്ന് പറഞ്ഞു. നല്ല തൊണ്ട അനക്കെന്ന് പറയും. എക്സ്റ്റസി. അപ്പൊ ഇപ്പൊ കേൾക്കുമ്പോൾ ഒരു രസമില്ല വാക്ക് കേൾക്കുമ്പോൾ. അതാണ് നമ്മൾ ഇന്ന് പഠിക്കുന്ന ആ ഒരു വാക്ക്, എക്സ്റ്റസി. അതെയാണ്. അത് പറയുമ്പോൾ തന്നെ ഒരു ആവേശമാണ്. സാർ ഇത് പറഞ്ഞപ്പോഴാണ് നരേന്ദ്രന് ഇതേപോലെ ആവേശം വന്നിട്ട് ചോദിച്ചു, സാറേ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു. സാറ് വിഷമിച്ചു. സാറിന് അർത്ഥം അറിയില്ല. സാറിന് അർത്ഥം അറിയാഞ്ഞിട്ടല്ല, നരേന്ദ്രന് അതിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുക്കാൻ അറിയില്ല. ആ വാക്കറിയാം സാറിന്, പക്ഷെ അത് എങ്ങനെയെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വയ്യ. എക്സ്പ്ലെയിൻ ചെയ്യാൻ വെച്ചാൽ വിവരിക്കാൻ അറിയില്ല, അല്ലേ? ഇപ്പോൾ വാട്ടർ എന്നൊരു വാക്ക് കേൾക്കുമ്പോൾ അത് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റൂലേ? അതിങ്ങനെ ഒരു ലിക്വിഡ് ഫോമിലുള്ള ഒരു വസ്തുവാണ്, വെള്ളമാണ്, അത് മഴയിൽ വരുന്നുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ആറിലുണ്ടെന്നൊക്കെ പറയാൻ പറ്റും. അതേപോലെ നിങ്ങളെ മോനെ കേട്ടിരുന്നു ഈ വാക്ക് എക്സ്റ്റസി എന്ന് പറഞ്ഞപ്പോൾ സാറിന് അത് വിവരിക്കാൻ അറിയാതെ പോകും. പക്ഷെ നരേന്ദ്രൻ എഴുന്നേറ്റ് നിൽക്കുകയാണ്. സാർ, എനിക്ക് മനസ്സിലാക്കണം, ഇനി അങ്ങോട്ട് പോകണമെങ്കിൽ ഈ വാക്കിൻ്റെ അർത്ഥം അറിഞ്ഞിട്ട് പോയാൽ മതി. ക്ലാസ് സ്റ്റോപ്പായി അവിടെ. ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല, കാരണം ഈ അർത്ഥം പറയാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. നരേന്ദ്രൻ എണീറ്റ് നിൽക്കുക, എനിക്കിപ്പോൾ അർത്ഥം അറിയണം. സാർ ഇങ്ങനെ അവസാനം വിഷമിച്ചു. ഇതെങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണ്ടേ ഈ ക്ലാസ്, രക്ഷപ്പെടണ്ടേ? അപ്പം സാറ് നരേന്ദ്രനോട് പറഞ്ഞു, നരേന്ദ്ര, നീ എന്നോട് ക്ഷമിക്കണം. എനിക്ക് ഈ വാക്കിൻ്റെ അർത്ഥം നിനക്ക് പറഞ്ഞു തരാൻ അറിയില്ല. അതുകൊണ്ട് നീ എന്നോട് ക്ഷമിക്കണം. പക്ഷെ ഞാൻ നിനക്കിതിൻ്റെ അർത്ഥം അറിയാൻ ഒരു വഴി പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. അത് മതി. അതൊരു നല്ല കാര്യമല്ലേ? സാറിന് പറയാനറിയില്ല, പക്ഷെ സാറ് പറഞ്ഞു, എന്ത് പറഞ്ഞു? ഞാനൊരു വഴി പറഞ്ഞു തരാം എന്ന് പറഞ്ഞു. അതാണ്, ഒരു വഴി പറഞ്ഞു തരാം.
അപ്പം ഇത് കൽക്കട്ടയിലാണ് ഈ സംഭവം നടക്കുന്നത്. കൽക്കട്ട എന്ന് കേട്ടിട്ടില്ലേ? കൽക്കട്ട എന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ. ബംഗാളിൽ എന്ന് ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം. കാര്യം നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ബംഗാളിൽ നിന്നുള്ളവരുണ്ട്. അപ്പം ബംഗാളിൻ്റെ തലസ്ഥാനമാണ് കൽക്കട്ട. ഈ കൽക്കട്ടയായിരുന്നു ഒരു കാലത്ത് ഇന്ത്യയുടെ തലസ്ഥാനം, ഡൽഹിയല്ല. സായിപ്പന്മാർ വന്നപ്പോൾ, ബ്രിട്ടീഷുകാർ വന്നപ്പം അവർ തലസ്ഥാനമാക്കിയ നഗരമാണ് കൽക്കട്ട. അപ്പം ആ കൽക്കട്ടയിലാണ് ഈ ക്ലാസ് നടക്കുന്നത്. ആ കൽക്കട്ടയിലാണ് നരേന്ദ്രൻ എഴുന്നേറ്റ് നിന്ന് ആ സ്കൂളിൽ വെച്ച് ഈ ചോദ്യം ചോദിക്കുന്നത്. അപ്പോൾ സാറ് പറഞ്ഞു, ഒരു വഴിയുണ്ട്, നിനക്കിതിൻ്റെ അർത്ഥം അറിയാനൊരു വഴിയുണ്ട്. അപ്പം നമ്മളങ്ങനെയല്ലേ, എനിക്കൊരു വാക്കിന് അർത്ഥം അറിഞ്ഞുകൂടെ ഞാൻ പറയും ഗംഗ ചേച്ചിക്ക് അറിയാം ഒന്ന് ചോദിക്കാൻ പറയും, ഇല്ലേ? അങ്ങനെ പറയില്ലേ? അല്ലെങ്കിൽ വേറൊരാൾക്കറിയാം എന്ന് പറഞ്ഞ് നമ്മൾ ആ ആളുടെ അടുത്തേക്ക് വിടും. എന്ന് പറഞ്ഞ പോലെ ഈ സാറ്, ഏത് സാറ്? വില്യം ഹേസ്റ്റി. ഈ സാറ് നരേന്ദ്രനോട് പറഞ്ഞു, നീ ദക്ഷിണേശ്വരം എന്ന സ്ഥലത്തേക്ക് പോകണം. അതിന് തൊട്ടടുത്ത് കുറച്ച് ദൂരേ ഉള്ളൂ, കൽക്കട്ടയിൽ തന്നെ വേറൊരു സ്ഥലം ദക്ഷിണേശ്വരം. ആ സ്ഥലത്തിൻ്റെ പേരെന്താണ്? ദക്ഷിണേശ്വരം. ദക്ഷിണേശ്വരം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കാളി ക്ഷേത്രമുണ്ട്. നമ്മുടെ ഈ ഗോവിന്ദകുളങ്ങര അമ്മയെ പോലെ ഒരു കാളി ക്ഷേത്രമുണ്ട്. ഈ കാളി ക്ഷേത്രത്തിൻ്റെ അടുത്ത് ഇതേപോലെ ഒരു മുറിയുണ്ട്. ഈ കാളി ക്ഷേത്രത്തിൻ്റെ അടുത്താണ് അതേപോലെ ഒരു മുറി. ആ മുറിയിൽ ഒരാൾ താമസമുണ്ട്. ആ ആളുടെ പേര് ശ്രീരാമകൃഷ്ണൻ എന്നാണ്. അയാളുടെ പേരെന്താണ്? ശ്രീരാമകൃഷ്ണൻ. ശ്രീരാമകൃഷ്ണൻ എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട് മൃഗന്മാർ. ശ്രീരാമകൃഷ്ണൻ ആരാണ്? കറക്റ്റ്, അതിവിടെയല്ലേ? അവിടെ ശ്രീരാമകൃഷ്ണ ആശ്രമം. ഇപ്പം നമ്മുടെ നാട്ടിലുള്ളവർ ശ്രീരാമകൃഷ്ണൻ അറിഞ്ഞിരിക്കണം, ശ്രീരാമകൃഷ്ണ ആശ്രമവും അറിഞ്ഞിരിക്കണം. കാര്യം കേരളത്തിൽ ആദ്യമായിട്ട് ശ്രീരാമകൃഷ്ണ ഒരു സ്ഥാപനം ഉണ്ടാകുന്നത് ഈ മതിൽ ഭാഗത്ത് ഈ ഗോവിന്ദകുളങ്ങര ക്ഷേത്രത്തിനടുത്താണ്. ആദ്യം എന്ന് പറയാൻ പറ്റില്ല, രണ്ടാമത്തതാണ്. എന്നാലും ആദ്യത്തെ രണ്ടെണ്ണത്തിൽ ഒന്ന് ഇതാണ്. ആദ്യം രണ്ടെണ്ണമാണ് വന്നത് കേരളത്തിൽ ആദ്യം. ആ രണ്ടിൽ ഒന്ന് ഈ ഗോവിന്ദകുളങ്ങര അമ്പലത്തിൻ്റെ അടുത്താണ്. അവിടെ ആ ലോട്ടറി ഇരിക്കുന്നില്ലേ, അതിൻ്റെ പിറയിലിരിക്കുന്ന പറമ്പിലാണ്, തൊട്ടടുത്താണ്. അത് കഴിഞ്ഞാണ് പിന്നെ അവിടെ പോയത്. ഫസ്റ്റിൽ ഇവിടെയാണ്. 1913 ഞാനും ജനിച്ചിട്ടില്ല. ഞാനും പിന്നെ ജനിക്കുന്നത് പിന്നെയും ഏകദേശം ഒരു 40 വർഷം കഴിഞ്ഞാണ്. ഈ ആശ്രമം വന്നിട്ട് 40 കൊല്ലം കഴിഞ്ഞാണ് ഞാൻ ജനിക്കും. 1913. അപ്പോൾ ശ്രീരാമകൃഷ്ണൻ എന്ന് പറഞ്ഞ ആൾ കൽക്കട്ടയിൽ ആ കാളീക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത മുറിയിൽ താമസമുണ്ട്. നീ അവിടെ പോകണം. എന്നിട്ട് ശ്രീരാമകൃഷ്ണനോട് ചോദിക്കണം ഈ വാക്കിൻ്റെ അർത്ഥം. അങ്ങനെയുണ്ട്. ഇപ്പം നരേന്ദ്രൻ, അങ്ങനെ ഒരാളുണ്ടോ? അപ്പം വേറൊരു കുഴപ്പം, ഈ എക്ടസി എന്നുള്ള വാക്ക് ഏത് ഭാഷയിലുള്ളതാണ്? ഇംഗ്ലീഷ്. ശ്രീരാമകൃഷ്ണദേവൻ ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാ. ഇംഗ്ലീഷേ അറിയാത്ത ഒരാളുടെ അടുത്താണ് പോയി ചോദിക്കാൻ പറയുന്നത്. ഏത് വാക്കിൻ്റെ അർത്ഥം? ഇംഗ്ലീഷ് വാക്കിൻ്റെ അർത്ഥം. അങ്ങനെ വിശ്വസിക്കാൻ പറ്റുമോ നമുക്ക്? ഇംഗ്ലീഷേ അറിയില്ല. ആ ആളുടെ അടുത്താണ് ഈ വാക്കിൻ്റെ അർത്ഥം പോയി ചോദിക്കാൻ പറയും. ഇവിടെ നരേന്ദ്രൻ അടുത്തിരിക്കുന്ന കൂട്ടുകാരോട്, നമുക്ക് പോവാം. അപ്പോൾ വീട്ടിലൊന്നും പറയണം, നമുക്ക് ഒറ്റ പോയി വരാമെന്ന് വരെയുള്ളൂ, നമുക്ക് പോയി അന്വേഷിച്ചിട്ട് വരാം. ഇവർ 2-3 കൂട്ടുകാരെല്ലാം കൂടെ ചേർന്ന് നേരെ ദക്ഷിണേശ്വരത്തേക്ക്. അവിടെ ചെന്നപ്പോൾ ആ മുറിയിൽ ചെല്ലുന്നു, ആളിരിക്കുകയാണ്. ഇങ്ങനെ ചെറിയൊരു താടിയൊക്കെ വെച്ചിട്ട് ഒരാളിങ്ങനെ ഇരിക്കും. കണ്ടിട്ടുണ്ടോ ആ പടം? ശ്രീരാമകൃഷ്ണൻ ഇങ്ങനെ കട്ടിലാണത്, ചെറിയ കട്ടിൽ. ബംഗാളികൾ കസേരയല്ല ഉപയോഗിക്കുക, ചെറിയ കട്ടിലാണ് ഇരിക്കാൻ ഉപയോഗിക്കുക, ചെറിയ കട്ടിൽ. അപ്പോൾ അവളെ അങ്ങനെ ചെറിയ കട്ടിലിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഇതേപോലെ ഫ്രണ്ടിൽ വന്നിട്ട് നരേന്ദ്രൻ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇങ്ങനെ അടുത്തിരുന്ന് ഇങ്ങനെ പറയുന്ന ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ കുഴപ്പം എന്താണ്? ഈ ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ അതൊക്കെ നമ്മൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കുക, അവരങ്ങോട്ട് ശ്രദ്ധിച്ചു. അപ്പോൾ എന്ത് പറ്റി? ഈ വാക്കിൻ്റെ അർത്ഥം ഈ ആളോട് ചോദിക്കണം. ഈ ആളുടെ പ്രശ്നം എന്താണ്? ആൾക്ക് ഇംഗ്ലീഷ് അറിയില്ല. ഇംഗ്ലീഷ് അറിയാത്ത ഇയാളോട് ഇംഗ്ലീഷിൻ്റെ അർത്ഥം ചോദിക്കണം. കുഴപ്പമായില്ലേ?
അപ്പം നരേന്ദ്രൻ ഇങ്ങനെ ഇരിക്കുകയാണ്, എന്ത് ചെയ്യും, എങ്ങനെ ഇത് മനസ്സിലാക്കും എന്ന് ചോദിച്ചു. അപ്പോൾ ആ ആള് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പം നരേന്ദ്രൻ്റെ ഉള്ളിൽ ഈ വാക്ക് കിടക്കുന്നുണ്ട്, എക്ടസി. ഈ എക്ടസി എന്താണ് എന്നുള്ള ചോദിക്കാനുള്ള ഒരു ആവേശം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ആള് മോളെ ഇങ്ങോട്ട് ശ്രദ്ധിച്ചു, എക്ടസി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ അർത്ഥം അറിയണം, ഇംഗ്ലീഷ് അറിയില്ല. ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ ആൾക്ക് എന്ത് സംഭവിച്ചു? ആ ആള് പെട്ടെന്ന് ഇങ്ങനെ ആയി, സമാധിയായി. അങ്ങനെ കേട്ടിട്ടുണ്ടോ? സമാധിയായി പോയി. ഇങ്ങനെ കണ്ണൊക്കെ മേലോട്ട് പോയി, ഇവിടെ ശ്രദ്ധയില്ലാതെ ഇങ്ങനെ നിശ്ചലനായിട്ട് ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങി. കുറേ നേരം ഇരുന്നു. അത് കഴിഞ്ഞപ്പോൾ നരേന്ദ്രനും എല്ലാവരും കൂടെ എണീറ്റു. കാര്യം ചോദിക്കാൻ പറ്റിയില്ല. തിരിച്ച് നരേന്ദ്രൻ സ്കൂൾ ഇവിടെ തൻ്റെ ഹെഡ് മാസ്റ്റർ അടുത്തേക്ക് വരികയാണ്. കോളേജാണ് കേട്ടോ, ഞാൻ അത് കോളേജിൽ പഠിക്കുന്ന കാലം. അപ്പോൾ കോളേജിലേക്ക് വരികയാണ്. എന്നിട്ട് ഈ സാറിൻ്റെ അടുത്ത് വന്നു, സാറിനോട് പറഞ്ഞു ഞാൻ ഇങ്ങനെ. അപ്പോൾ സാറ് ചോദിച്ചു, നീ എന്താണ് അവിടെ കണ്ടത്, നീ എന്താണ് നീ ചോദിച്ചോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ചോദിച്ചില്ല, ചോദിക്കാൻ പറ്റിയില്ല. പിന്നെ എന്താണ് അവിടെ കണ്ടത്? അപ്പം നരേന്ദ്രൻ പറഞ്ഞു ഞാനിങ്ങനെ അവിടെ ചെന്നിരുന്നപ്പോൾ അദ്ദേഹം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം പെട്ടെന്ന് ഇങ്ങനെ ആയി, ബോധമൊക്കെ പോയിട്ട് ഇങ്ങനെ ശ്വാസം പോലും ഇല്ലെന്ന് തോന്നി, ഇങ്ങനെ അങ്ങ് ഇരിക്കാൻ തുടങ്ങി. ഇങ്ങനെ കണ്ടു എന്ന് പറഞ്ഞു. അപ്പം സാറ് പറഞ്ഞു അതിൻ്റെ പേരാണ് എക്ടസി. അങ്ങനെ സമാധിയായിട്ട് ഇരിക്കുന്ന അവസ്ഥയുടെ പേരാണ് എക്ടസി. അത് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? ആ വാക്ക് സാറിന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? അത് അനുഭവിച്ചാലേ മനസ്സിലാവൂ. പഞ്ചസാര സ്വീറ്റാണെന്ന് പറയല്ലേ, മധുരം. പഞ്ചസാര സ്വീറ്റ് അല്ലേ, മധുരം. കടലാസിൽ എഴുതി മധുരം എന്ന് എഴുതിയാൽ മധുരം വരുമോ? എന്ത് വേണം? പഞ്ചസാര തിന്നു നോക്കണം, എന്നാലേ മധുരം എന്നറിയുള്ളൂ. എന്ന് പറഞ്ഞ പോലെയാണ് ഈ വാക്ക് അനുഭവിച്ചറിയണം. അതുകൊണ്ടാണ് സാറ് പറഞ്ഞത്, അല്ലാതെ സാറിന് അറിഞ്ഞുകൂടാഞ്ഞിട്ടല്ല. അതറിയണമെങ്കിൽ പോയി അനുഭവിച്ചിട്ട് വരണം. അങ്ങനെയാണ് നരേന്ദ്രൻ ശ്രീരാമകൃഷ്ണൻ്റെ അടുത്ത് വന്ന് ഈ വാക്കിൻ്റെ അർത്ഥം പിടികിട്ടിയത്. അതുകൊണ്ടാണ്, ആ വാക്ക് അന്വേഷിച്ച് പോയത് കൊണ്ടാണ് ആരുണ്ടായത്? നരേന്ദ്രൻ ആരായി മാറിയത്? വിവേകാനന്ദനായി മാറിയത്. ആ ഒറ്റ വാക്ക് അന്വേഷിച്ച് പോയപ്പോൾ നരേന്ദ്രൻ എന്തായി മാറി? വിവേകാനന്ദനായി മാറി. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങളൊരു പുതിയ വാക്ക് കാണുമ്പം ആ വാക്ക് അന്വേഷിച്ച് പോകണം, അതെന്താണെന്ന് അന്വേഷിക്കണം. അങ്ങനെ അന്വേഷിച്ച് പോയാൽ നിങ്ങൾ ആരൊക്കെ ആവാൻ സാധ്യതയുണ്ടെന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റുമോ? പറയാനേ പറ്റില്ല. ആ വിവേകാനന്ദന് ഒരു വാക്ക് മതിയായിരുന്നു. ആ ഒറ്റ വാക്കിന് അർത്ഥം ചോദിച്ച് വന്ന വിവേകാനന്ദനെ ഇന്നും ഇപ്പോൾ വർഷം എത്രയായി? വിവേകാനന്ദൻ ജനിച്ചിട്ട് ഇപ്പോൾ എത്ര വർഷമായി? വിവേകാനന്ദൻ ജനിച്ചിട്ട് ഇപ്പോൾ ഏകദേശം 163 വർഷമാകാതെ. ഈ വരാൻ പോകുന്ന ജനുവരി 11 ജാനുവരി 11 വിവേകാനന്ദൻ്റെ ബർത്ത്ഡേ. ഈ വരാൻ പോകുന്ന ബർത്ത്ഡേയിൽ വിവേകാനന്ദൻ എത്ര വയസ്സാവും അപ്പോഴേക്കും? ഉണ്ടായിരുന്നെങ്കിൽ 163 വയസ്സാകും. അത്രയും വരുന്ന ആരും ഇരിക്കില്ല. എങ്കിലും ഈ ജനിച്ച് 163 വർഷം കഴിയുമ്പോൾ നമ്മളിവിടെ ഗോവിന്ദകുളങ്ങര അമ്പലത്തിൽ നമ്മളെല്ലാം കൂടി ഇരുന്ന് ആ പേര് പറയുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ എത്രയോ പേരെ അറിയാം, മറന്നുപോയില്ലേ? നമ്മൾ 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും കൂടെ പഠിച്ച ആരെങ്കിലും ഇപ്പോൾ ഓർക്കുന്നുണ്ടോ? ചിലരെയൊക്കെ നമ്മൾ മറന്നുപോകും, ചിലരെയൊക്കെ ഓർക്കും. കുറേ കഴിയുമ്പോൾ പലരെയും മറന്നുപോകും, ഇല്ലേ? പക്ഷെ 163 വർഷം കഴിഞ്ഞിട്ടും നമ്മുടെ നാട്ടിലല്ല, അങ്ങ് ബംഗാളിൽ ജനിച്ച ഒരാളെ നമ്മൾ ഓർത്തിരിക്കുന്നു. ആ ആളുടെ പടം കാണിക്കുമ്പോൾ നമ്മൾ പേര് പറയുന്നു. നമ്മുടെ പടം വല്ലയിടത്തും കൊണ്ട് കാണിച്ച് ഇതാരാന്ന് ചോദിച്ചാൽ പറയും ആരെങ്കിലും. ഞാൻ എൻ്റെ പടം തന്നുവിടാം, എവിടെയെങ്കിലും കൊണ്ട് ചോദിക്കണേ, ഇതാര്? ആരടാ അല്ലേ? അപ്പോൾ ഈ പടം കണ്ടപ്പോഴേ നിങ്ങൾ കൂടി വന്നാൽ നിങ്ങൾക്ക് 10-12 വയസ്സിന് താഴെയുള്ളവരാണ് നിങ്ങൾ. ജനിച്ചിട്ട് 10 വർഷമേ ആയിട്ടുള്ളൂ, അല്ലെങ്കിൽ 12 വർഷം. അതിൽ കൂടെയുള്ള ആരെങ്കിലും ഉണ്ടോ? എത്ര വയസ്സ് വരെ ഉണ്ട്? 14. ഓട്ടെ,
15 വർഷത്തിനിപ്പുറം, 15 വർഷത്തിൽ താഴെയുള്ളവരാണ് എവിടെ ഇരിക്കുന്നത് ഇപ്പം ഈ ബുദ്ധി. ആ ആളുകൾ 15 വർഷമേ ജനിച്ചിട്ടായുള്ളൂ, വെറും 15 വർഷം. 15 വർഷം ജനിച്ചിട്ടായവർ 163 വർഷം മുമ്പുണ്ടായിരുന്ന ഒരാളെ കുറിച്ച് അറിയുന്നു. എന്തുകൊണ്ടാണ് അത് അറിയാൻ പറ്റിയത്? എക്ടസി എന്നുള്ള വാക്ക് ആ ആൾ അന്വേഷിച്ചു പോയതുകൊണ്ടാണ്. അതുകൊണ്ടാണ് നിങ്ങളൊരു പുതിയ വാക്ക് കിട്ടിയാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് അന്വേഷിച്ചു. ഇനി അങ്ങനെ ചെയ്യുമല്ല. അതാണ് ഇദ്ദേഹവും. അപ്പോൾ ഒരു പുതിയ ആളല്ല, ഒരാളെക്കുറിച്ച് നമ്മൾ പഠിച്ചു. ആ ആളിൽ നിന്നൊരു പുതിയ വാക്ക് പഠിച്ചു. അപ്പം 2 കാര്യം കഴിഞ്ഞു. ഇനി എത്ര സമയമുണ്ട്? ഇനി എത്ര സമയം കൂടി ഇവരോട് എനിക്ക് സംസാരിക്കാം? എന്നാലും എത്രയുണ്ടെന്ന്? അരമണിക്കൂറുണ്ടോ? ഇവർ ക്ഷീണിക്കരുത്. അതാണ് കഥ പറഞ്ഞ് ഇവരെ വെടിവെച്ച പോലെ ഓരോരുത്തർ ചാഞ്ഞ് കിടന്നു തുടങ്ങി ഇങ്ങനെ. എന്താ ചിലരൊക്കെ തിരിഞ്ഞ് മറിഞ്ഞ് ആകെ ഇപ്പൊ ക്ഷീണിച്ചോ? കഥ അടുത്ത ആഴ്ച മതിയോ? കഥ ഇപ്പൊ വേണമെന്നുള്ളവരൊന്ന് കൈവോക്കിയേ. അപ്പൊ അടുത്ത ആഴ്ച മതി. പോരെ? അടുത്ത ആഴ്ച മതി. അടുത്ത ആഴ്ച ഈ കഥ. അപ്പൊ ഇനി ആ ഒരു കഥ ബാക്കിയുള്ള അടുത്ത ആഴ്ച ഷുവറായിട്ടും പറയും. ഓക്കെ? ഇത്രയും കേട്ടത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെടാത്തവരെന്ന് കൈവോക്കിയേ. അവൻ എന്ത് കണ്ടാലും കൈവെക്കും. അതാണ്. അപ്പൊ ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇനി മറക്കൂലല്ലോ. അല്ല, അപ്പൊ നിങ്ങൾക്ക് ഞാൻ ഒരു ആ ആളെ ഓർക്കാൻ വേണ്ടി, ഒരേ വീട്ടിൽ നിന്ന് വന്ന എത്ര പേരുണ്ട്? ഒരേ വീട്ടിൽ നിന്ന് വന്ന എന്നാലും കുഴപ്പമില്ല. 4 പേര്, എന്നാലും കുഴപ്പമില്ല. ദാ ഒരാൾ എണീറ്റ് അങ്ങോട്ട് പാസ് ചെയ്താൽ മതി. അങ്ങോട്ട് പാസ് ചെയ്തു അടുത്ത ആൾക്ക് കൊടുക്ക്. ഇങ്ങോട്ട് കൊടുക്ക്. അതാ അതെ കൊടുക്ക്. ഓരോരുത്തർക്ക് കൊടുത്തു. മോൾക്ക് കിട്ടിയില്ലേ? അടുത്ത ആൾക്ക് ഇരിക്കുക. മോൻ അവിടെ ഇരുന്ന് അവിടെ ഇതാ കൊടുക്ക്. അടുത്ത ആൾക്ക് കൊടുക്ക്. അടുത്ത ആൾക്ക് കൊടുത്തു. ആ കൊച്ചിന് കൊടുക്ക്. അവന് കൊടുക്ക്. എല്ലാവർക്കും കൊടുക്കണം. ഒരു വീട്ടിൽ 2 ആയാലും കുഴപ്പമില്ല. 2 പേരും വെവ്വേറെ ഇരുന്ന് വായിച്ചു. ഓരോരുത്തർക്ക് കൊടുത്ത് ടീച്ചർക്ക് കൊടുക്ക്. അവിടെ 2 അമ്മമാർക്കുണ്ട്. അമ്മമാർക്ക് കൊടുക്ക്. ഇനി അടുത്ത മോള് ഇതാ ബാക്കി. അവിടെ മറ്റേ അമ്മയ്ക്ക് കൊടുത്തോ? അവിടുത്തെ ഇനി അവിടെ ഈ മോൾക്ക് കൊടുത്ത്. ഇനി ഇതാ മോനെടുത്തു. ഇനി ഇവിടെ കൊടു മോനെ. ഇനി ആരെങ്കിലും ഈ സൈഡ് എല്ലാവരും ആയാ? കൊടുക്ക്. ഇതാ മോക്ക്. ഇനി ആരെയുണ്ട്? ഇംഗ്ലീഷാ? മലയാളം അമ്മയ്ക്കും അച്ഛനും മലയാളം അറിയാമല്ലോ. അവരെ കൊണ്ട് പറയിപ്പിക്കണം. മലയാളം പഠിക്കണം കേട്ടോ എല്ലാവരും. ഇംഗ്ലീഷ് ഇവിടെ അല്ല. അത് മലയാളം പഠിക്കണം. മലയാളം പഠിച്ചാലേ നമുക്ക് ഒരു ഇതുണ്ടാവൂ കേട്ടോ. ഇനി കിട്ടാത്തവരുണ്ടാ? നിങ്ങൾ 2 പേരും. അപ്പം എല്ലാവരും ആയാ? എല്ലാവരും ആയല്ല? അപ്പം ഇതെനിക്ക് കൃത്യമായിരുന്നേ. അപ്പോൾ കറക്റ്റായിരുന്നു. അപ്പം ഇത് വായിക്കണം. അടുത്ത തവണ വരുമ്പം ഈ പുസ്തകം കൊണ്ടുവരണം കേട്ടോ. ഈ പുസ്തകം വായിക്കാൻ പറയണം. ഇതിൽ ഓരോ വരിയും ഓരോ ഉപദേശമാണ്. അപ്പം അച്ഛൻ്റെ സ്വന്തം വായിക്കാൻ പറ്റാത്തവർ അച്ഛനോട് അമ്മയോട് ചോദിക്കണം ഇതിൻ്റെ അർത്ഥം എന്താ. ഞാൻ അതാണ് പറഞ്ഞത്, അർത്ഥം ചോദിക്കണം കേട്ടോ. അങ്ങനെ അർത്ഥം ചോദിച്ചാലേ നിങ്ങളൊക്കെ ആരാവുള്ളൂ. നരേന്ദ്രൻ വിവേകാനന്ദനായ പോലെ. ഇത് നമുക്ക് ഏറ്റവും പരിചയമുള്ള മുഖമാണ്. ഇതാണ് പരിചയമുള്ള മുഖം അല്ലേ? അപ്പം ഇതേപോലെ ആവണം. ഓക്കെ? അപ്പോൾ എല്ലാവരും ഇനി അടുത്ത തവണ അടുത്ത കഥ അടുത്ത ദിവസത്തേക്ക് മാറ്റി വെച്ചിരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ലതുണ്ടാവണം. ഓക്കെ? കയ്യടിച്ചു. ഓക്കെ. നമസ്തേ.